എല്ലാവർക്കും നമസ്കാരം. PCTA സൈക്കോളജി അവർ കോഫി ടോക്ക് വിത്ത് PCTA എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം 7 മണിക്ക് നമ്മൾ നടത്തുന്ന പ്രോഗ്രാമാണ്. സൈക്കോളജി തലത്തിലുള്ള പലതരം ക്ലാസ്സുകൾ, പ്രത്യേകിച്ച് പരീക്ഷാ സമയമായതുകൊണ്ട് തന്നെ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ആ, ധാരാളം ക്ലാസ്സുകൾ നമ്മളവിടെ എടുത്തു കഴിഞ്ഞു. പരീക്ഷ ഏകദേശം ഈ മാർച്ചോടുകൂടി അവസാനിക്കും. തീർച്ചയായിട്ടും അടുത്ത ആ, ആഴ്ച മുതൽ നമ്മൾ കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളൊക്കെ എടുത്താൽ കൂടുതൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം എക്സാം ഫിയറുമായി ബന്ധപ്പെട്ടുള്ള ഒരു സെഷൻ കൂടിയാണ്. എക്സാം ഫിയറും അത് ഗസ്റ്റാൾട്ട് തെറാപ്പിയിലൂടെ എങ്ങനെയാണ് പരിഹരിക്കുന്നതെന്നും ഇന്നത്തെ സെഷനിൽ നമുക്കൊന്ന് പരിശോധിക്കാം. സെഷൻ തുടങ്ങുമ്പോൾ എന്താണ് ഗസ്റ്റാൾട്ട് തെറാപ്പി എന്നൊന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം അതിൻ്റെ തുടർച്ചയായിട്ട് എംറ്റി ചെയർ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് എക്സാം ഫിയർ അല്ലെങ്കിൽ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ എങ്ങനെയാണ് നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് എന്നും കൂടെ നമുക്ക് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് പുനർജനി എന്നൊക്കെ പറയുന്ന പ്രോഗ്രാം നടക്കുന്നു. ഒരുപക്ഷെ പുനർജനിക്ക് ഇത് അത്രമാത്രം പ്രായോഗികമാകണമെന്നില്ല, കാരണം അതൊരു ഫോൺ ഇൻ കൗൺസിലിംഗ് പ്രോഗ്രാമാണ്. ഇത് മിക്കവാറും ഒരു തെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടെ ക്ലയൻറ്റിനെ നേരിട്ട് മുമ്പിൽ വരുമ്പോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷേ എക്സ്പേർട്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും ഫോണിൽ കൂടെ ഈ പ്രോസസ്സ് നമുക്ക് ചെയ്യാവുന്നതാണ്. എന്താണ് ഗസ്റ്റാൾട്ട് എന്നും ഗസ്റ്റാൾട്ടിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നും എങ്ങനെയാണ് എംറ്റി ചെയർ ടെക്നിക്കിലൂടെ ഈ പ്രോസസ്സ് നടത്തുന്നതെന്നും നമുക്ക് എക്സാമ്പിൾസിലൂടെ ഒന്ന് നോക്കാം. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സമഗ്ര രൂപമാണ്. സമഗ്രതയ്ക്കുള്ള എല്ലാ റിസോഴ്സും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അത് പലപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. പൂർണ്ണമായി അല്ലെങ്കിൽ പൂർണ്ണമാകാൻ പറ്റാത്ത പലതരത്തിലുള്ള നിലകളിലാണ് മനുഷ്യൻ. അതിന് പ്രധാനപ്പെട്ട കാരണം പരസ്പര സമ്പർക്കത്തിൻ്റെയും സ്വയം നിയന്ത്രണത്തിൻ്റെയും കുറവ് തന്നെയാണ്. മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യരോടൊത്ത് ജീവിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാനൊന്നും നമുക്ക് എളുപ്പമല്ല. ഹോളികോസ്റ്റിൻ്റെ സമയത്തൊക്കെ നമുക്ക് നോക്കാം, കോൺസെൻട്രേഷൻ ക്യാമ്പിലൊക്കെ ഒറ്റയ്ക്ക് ജീവിച്ച മനുഷ്യരുടെ പഠനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് വെച്ചാൽ ഒട്ടും സാധ്യമല്ല. പക്ഷെ കൂട്ടത്തിൽ ജീവിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ പരസ്പര സമ്പർക്കം, ഈ കണക്ഷൻ, അതുപോലെ തന്നെ സ്വയം നിയന്ത്രണം, പ്രത്യേകിച്ച് ഇമോഷണൽ ആയിട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ സ്വയം എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് കൃത്യമല്ലെങ്കിൽ പോലും നമുക്ക് പലപ്പോഴും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങളെ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നമുക്കറിയാം മാറ്റം എപ്പോഴും അനിവാര്യമാണ്. അതുകൊണ്ട് ഈ മാറ്റം ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കുന്നു. ഈ മാറ്റത്തിനൊത്ത് നമുക്ക് ജീവിക്കാൻ പറ്റണമെങ്കിൽ ഈ പറയുന്ന രണ്ട് പ്രോസസ്സുകൾ വേണം. പരസ്പര സമ്പർക്കവും സ്വയം നിയന്ത്രണവും അത്യാവശ്യമാണ്. അത് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് എപ്പോഴും നല്ലതാണ് എന്ന് തീർച്ചയായിട്ടും നമുക്കറിയാം. ഈ ഒരു കോൺസെപ്റ്റിനെയാണ് ഗസ്റ്റാൾട്ട് എന്ന് പറയുന്ന തെറാപ്പിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഗസ്റ്റാൾട്ട് എല്ലായ്പ്പോഴും സമഗ്രതയാണ് സൂചിപ്പിക്കുന്നത്. ഹോൾനെസ്. ദ ഓൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ സം ഓഫ് ഇറ്റ്സ് പാർട്സ്. ഭാഗങ്ങളുടെ ആകത്തുകയേക്കാൾ വലിപ്പമുള്ള, മൂല്യമുള്ള ഒന്നായിട്ടാണ് ഗസ്റ്റാൾട്ട് എന്ന് പറയുന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ഒരു ഫാമിലി തെറാപ്പിയുടെ കോൺസെപ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ ഒരു ഫാമിലി കോൺസെപ്റ്റ് എടുക്കുക. ആ ഫാമിലി എന്ന് പറയുന്ന ഫാമിലിക്ക് മുൻതൂക്കം കൊടുത്തു കഴിഞ്ഞാൽ, വ്യക്തിയെക്കാളും കൂടുതൽ ഫാമിലിക്കാണ് മുൻതൂക്കം കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വളരെ സക്സസ്ഫുൾ ആയ ഒരു ഫാമിലി ലൈഫ് അവിടെ നടക്കാം. ഏതെങ്കിലും കാരണവശാൽ ആർക്കെങ്കിലും, അതിൽ അംഗങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായാൽ നമ്മളൊരു ഫാമിലി തെറാപ്പിയിലൂടെയാണ് അത് സോൾവ് ചെയ്യുന്നത്. ഒരു ഇൻഡിവിജ്വൽ തെറാപ്പിയുടെ അത് ചെയ്യുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല. കാരണം ഒരാളുടെ ഇൻഫ്ലുവൻസ്, ഒരാളിലുണ്ടാകുന്ന ഈ പറയുന്ന വേരിയേഷൻസ് ആ ഫാമിലിയിലുള്ള എല്ലാവരെയും അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു സിസ്റ്റം, ഫാമിലി ആസ് എ സിസ്റ്റം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചുള്ള മനുഷ്യൻ എന്ന് പറയുന്നതും ഈ പറയുന്ന ഒരു സമഗ്രതയാണ്. പക്ഷെ ചില കാര്യങ്ങളിൽ, ചില സമയങ്ങളിൽ ഈ സമഗ്രത നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. അപ്പം എപ്പോഴും സമ്പൂർണ്ണതയ്ക്കുള്ള ഒരു ശ്രമം, ഒരു ഹോളിസത്തിനുള്ള സാധ്യതകൾ നമുക്കുണ്ട്. നമ്മുടെ മനസ്സും ശരീരവും വികാരങ്ങളും ചിന്തകളും എല്ലാം ചേർന്ന് എപ്പോഴും ഒരു സമ്പൂർണ്ണ രൂപം, അത് നമ്മൾ ഗസ്റ്റാൾട്ട് എന്ന് പറയാം. എന്നാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സമ്പൂർണ്ണതയിൽ നിന്ന് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മളുടെ തന്നെ ചില ഫാക്കൽറ്റീസ് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യപ്പെടും. ശരി, ഉന്തലും തള്ളലും ഒക്കെ വരും. ഇപ്പോൾ ഉദാഹരണം എക്സാമിനേഷൻ്റെ കേസ് നോക്കുന്നത്, നമ്മൾ എക്സാമിനേഷൻ്റെ കേസാണ് നോക്കുന്നത്.
പരീക്ഷയ്ക്ക് നന്നായി പഠിക്കുക എന്നുള്ളതാണ് ഏതൊരു വിദ്യാർത്ഥിയുടെയും കടമ. നല്ലവണ്ണം പരീക്ഷ എഴുതുക, ഇതാണ് ലക്ഷ്യം. പക്ഷേ ഈ ലക്ഷ്യത്തിലേക്ക് അടുക്കും തോറും അവരുടെ തന്നെ ഫാക്കൽറ്റി ആയിട്ടുള്ള ചില പ്രത്യേക ഫാക്കൽറ്റി ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് വരാൻ തുടങ്ങും. പരീക്ഷയെക്കുറിച്ചുള്ള ഭയം വരും, ഉത്കണ്ഠ വരും, ഓർമ്മക്കുറവ് വരും. ഇതെല്ലാം ഒത്തുചേർന്ന് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ 3 മാസങ്ങൾ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ പറയുന്ന ഫാക്കൽറ്റീസുകൾക്കൊക്കെ ശക്തി കൂടുതലായിരിക്കും, ഡോമിനൻസ് കൂടും. പരീക്ഷ വിജയിക്കുക എന്നുള്ളതിന് പകരം പരീക്ഷാ ഭയമെന്നോ പരീക്ഷയിൽ മറവി സംഭവിക്കുന്നുവെന്നോ പരീക്ഷയെക്കുറിച്ച് ആങ്സൈറ്റിയോ എന്നൊക്കെയാണ് പലപ്പോഴും രേഖപ്പെടുന്നത്. അപ്പം ഇങ്ങനെ ചില ഭാഗങ്ങൾ നമ്മുടെ ആ ഹോളിസത്തിൽ നിന്ന് പതുക്കെ പതുക്കെ വേർപെട്ടു. ഇങ്ങനെ വേർപെട്ടു പോകുന്ന ഭാഗങ്ങളെ വീണ്ടും കൂട്ടിച്ചേർക്കുന്ന പ്രോസസ്സാണ് ഗസ്റ്റാൾ തെറാപ്പി എന്ന് പറയുന്നത്. ഒരുപക്ഷെ എല്ലാ തെറാപ്പികളും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഗസ്റ്റാൾ തെറാപ്പിയുടെ ചില ടൂൾസ് ഇതിന് വളരെ കൃത്യമായി പ്രയോഗിക്കാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ഈ സമ്പൂർണ്ണ രൂപത്തിൽ നിന്ന് അടർന്നു പോകുന്ന, അതിന് നമ്മൾ രോഗലക്ഷണങ്ങൾ എന്നൊക്കെ പറയും, പരീക്ഷാ ഭയം, പരീക്ഷാ പേടി, ആങ്സൈറ്റി, ഇതിനൊക്കെ ഒരു ചെറിയ ചെറിയ രോഗലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ആ ലക്ഷണങ്ങളെ മാറ്റി അതിനെ അതിൻ്റെതായ രീതിയിൽ അഡ്രസ്സ് ചെയ്ത് വീണ്ടും നമ്മൾ എന്ന് പറയുന്ന ആ സമ്പൂർണതയിലേക്ക് എത്തുക, ആ ഹോളിസത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്, അതിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഗസ്റ്റാൾ തെറാപ്പിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ അതിനു വേണ്ടിയുള്ള ചില നിയമങ്ങൾ ഇതാണ്: ഇപ്പോഴുള്ള നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ദാറ്റ് ഈസ് ഹിയർ ആൻഡ് നൗ പെർസ്പെക്റ്റീവ്. കൃത്യമായിട്ടും ഈ നിമിഷത്തിൽ ഊന്നുക. ഭാവിയിലേക്കോ ഭൂതത്തിലേക്കോ പോകാതെ ഈ നിമിഷത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാമിനേഷൻ്റെ എക്സാമ്പിൾ എടുത്താൽ ഇതുവരെ പഠിക്കാൻ ശരിക്കും പറ്റിയില്ല, മുന്നോട്ട് പോകുമ്പോൾ പരീക്ഷയാണ്, പരീക്ഷയ്ക്ക് നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റുമോ സംശയമായി. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒരു കുട്ടി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു മാതാപിതാക്കൾ എന്ന നിലയിൽ ചെയ്യേണ്ടത് ഈ നിമിഷത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഈ നിമിഷത്തിൻ്റെ ആ സമ്പൂർണമായ ഉപയോഗം, ആ റിസോഴ്സിനെ കൃത്യമായിട്ട് ഉപയോഗിച്ച് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തുക. ഇപ്പോഴുള്ള നിമിഷത്തിലുള്ള ശ്രദ്ധ, ഹിയർ ആൻഡ് നൗ പെർസ്പെക്റ്റീവാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റായിട്ട് ഗസ്റ്റൽ സൈക്കോളജി പറയുന്നത്. ഇനി ഈ സൈക്കോളജിയെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് തലത്തിൽ വരുമ്പോൾ ഫ്രിറ്റ്സ് പേഴ്സ്, ലോറ പേഴ്സ്, പോൾ ഗോഡ്മാൻ 1950 അല്ലെങ്കിൽ 40-50 കാലഘട്ടങ്ങളിൽ ഇവരുടെ കോൺട്രിബ്യൂഷനാണ് ഗസ്റ്റാൾ തെറാപ്പി. 1910 കാലങ്ങളിൽ ഗസ്റ്റാൾ സൈക്കോളജി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റും കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ ഭാഗമായി ഒരു തെറാപ്പിയിലേക്ക് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ഗസ്റ്റാൾ തെറാപ്പി ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഹ്യൂമനിസ്റ്റിക് ആണ്, മനുഷ്യത്വപരമായ രീതികൾ, മനുഷ്യൻ്റെ സാധാരണ രീതികൾ, അതുപോലെ എക്സ്പീരിയൻഷ്യലാണ്, അനുഭവപരമാണ്, ഫിനോമിനോളജിക്കലാണ്, ചരിത്രപരമാണ്, സന്ദർഭോചികമാണ്, അതുപോലെ എക്സിസ്റ്റൻഷ്യലാണ്. ചില സമയത്ത് ഇത് നിർബന്ധമാണ്. പരീക്ഷാ സമയം എന്ന് പറഞ്ഞാൽ നിർബന്ധമായും പഠിച്ചേ പറ്റൂ. പരീക്ഷ ഭയം ഉണ്ടെങ്കിൽ മാറ്റിവെച്ചേ പറ്റൂ. കാരണം പരീക്ഷയ്ക്ക് ജയിക്കുക എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ എക്സിസ്റ്റൻഷ്യലാണ് എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിന് ഏറ്റവും വലിയ ത്രെട്ടാണ്. അപ്പോൾ നമുക്ക് വിക്ടർ ഫ്രാങ്ക്ലിൻ എന്നൊക്കെ പറയുന്ന ആ വ്യക്തിയുടെ എക്സിസ്റ്റൻഷ്യൽ തെറാപ്പി പോലെ എക്സിസ്റ്റൻഷ്യലായ ചില തലങ്ങളും കൂടെ ചേർന്നിട്ടാണ് ഈ സൈക്കോതെറാപ്പി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിൽ ജർമ്മൻ ഒരു കോൺസെപ്റ്റാണിത്. ജർമ്മൻ വംശജനായ ഫ്രിറ്റ്സ് പേഴ്സ് ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കരുത്ത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ലോറ പേഴ്സ് നർത്തകിയായിരുന്നു. എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫിയിൽ വളരെയധികം പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ജസ്റ്റൽ സൈക്കോളജിസ്റ്റുമാണ്. അതിനോടൊപ്പം ഇവരുടെ കൂടെ ചേർന്ന് പോൾ ഗുഡ്മാൻ. പക്ഷേ ഇദ്ദേഹമാണ് കൃത്യമായ ഒരു ആശയത്തിലേക്ക് ഈ സിദ്ധാന്തത്തെ ഒരു ചട്ടക്കൂടുണ്ടാക്കി പുറത്തു കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായ ബുക്കും ഉണ്ട്, ഗസ്റ്റാൾട്ട് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ 3 വ്യക്തികളിലൂടെയാണ് ഈ ഗസ്റ്റാൾട്ട് സൈക്കോളജി മുകളിലേക്ക് വരുന്നത്. എന്താണ് ഗസ്റ്റാൾട്ട്? ഗസ്റ്റാൾട്ട് മീൻസ് ഹോൾ എന്നാണ്. പൂർണ്ണത, സമ്പൂർണ്ണത, ഹോളിസം എന്നൊക്കെ പറയാം. ഒരു പൂർണ്ണതയുടെ ഭാഗമാണ്. ഈ പൂർണ്ണതയിൽ നിന്ന് ചില ഭാഗങ്ങളൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് വേറെ രീതിയിലും പറയാം. ഗസ്റ്റാൾട്ട് സൈക്കോളജിയുടെ കോൺസെപ്റ്റ് പറയുമ്പോൾ ഗസ്റ്റാൾട്ട് ഈ പൂർണ്ണതയ്ക്ക് നമ്മൾ ഫോം എന്ന് പറയാറുണ്ട്, കോൺഫിഗറേഷൻ എന്ന് പറയാറുണ്ട്, പാറ്റേൺ, സ്ട്രക്ചർ, ഫിഗർ, ഇങ്ങനെ ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകൾ പല രീതിയിൽ ഇത് പറയാറുണ്ട്. ഇതെല്ലാം ഏകദേശം ഗസ്റ്റാൾട്ട് എന്ന് പറയുന്ന പേര് തന്നെയാണ്. ഇനി എന്താണ് സംഭവിക്കുന്നത്? ഒരു വ്യക്തിയുടെ ചുറ്റുപാട് എന്ന് വെച്ചാൽ അതിന് ഫീൽഡ് എന്ന് പറയാം, ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാം, ഗ്രൗണ്ട് എന്ന് പറയാം, മാട്രിക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ അനുഭവത്തിൻ്റെ തലം, ചുറ്റുമുള്ള എൻവറോൺമെൻറ്റ്. ഈ എൻവറോൺമെൻറ്റിൽ നിന്ന് ഒരു നീഡ് ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ എക്സാമിനേഷൻ്റെ കാര്യമാകുമ്പോൾ എക്സാം നന്നായി പഠിക്കുക എന്നുള്ളതാണ് ഒരു കുട്ടിയുടെ നീഡ്. എക്സാം നന്നായി പഠിക്കുക, നന്നായി എഴുതുക, സന്തോഷത്തോടെ കംപ്ലീറ്റ് ചെയ്യുക. പക്ഷെ അവിടെ പരീക്ഷ എഴുതുമ്പം ഒരു ഡോമിനൻസ് വരുന്നത് പരീക്ഷയെക്കുറിച്ചുള്ള പേടിയാണ്, ഭയമാണ്. അപ്പോൾ ഇവിടെ ആ നീഡിന് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ചെറിയ ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്.
അതുപോലെ എനിക്ക് ദാഹിക്കുന്നു, വിശക്കുന്നു, എനിക്ക് സംസാരിക്കണം, എനിക്കൊരു വീട് വേണം, കാറ് വേണം, വിവാഹം കഴിക്കണം. ഇതെല്ലാം നീഡുകളാണ്. ഈ നീഡിനെ നമ്മൾ സിമ്പിളായിട്ട് ഗസ്റ്റാൾട്ട് എന്ന് പറയും, അല്ലെങ്കിൽ ഒരു ഫിഗർ എന്ന് പറയും. ഒരു ജസ്റ്റാൾട്ട് അല്ലെങ്കിൽ ഫിഗർ എന്ന് പറയുന്നത് ഒരു നീഡാണ്. അപ്പോൾ ഈ നീഡിനെ നമ്മൾ കൃത്യമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ എൻവോൺമെന്റിൽ വരും. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, ദാഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നീഡ് ഫുൾഫിൽ ചെയ്യണം. അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തണം. അതിനൊരു സൈക്ലിക് പ്രോസസ്സായിട്ട് ഗസ്റ്റാൾട്ട് പറയുന്നുണ്ട്. നമുക്കതിലേക്ക് വരാം. അപ്പോൾ ഒരു ഫിഗർ ഇത് കംപ്ലീറ്റ് ആകണം, അല്ലെങ്കിൽ ഒരുപക്ഷെ അത് ഇടയ്ക്ക് വെച്ച് നിന്ന് പോകാം. അല്ലെങ്കിൽ ഒരു ഗസ്റ്റാൾട്ട് തുടങ്ങി, അല്ലെങ്കിൽ ഒരു ഫിഗർ, നമ്മൾ പറഞ്ഞു ഫോം, ഫിഗർ, പാറ്റേൺ, സ്ട്രക്ചർ എന്നൊക്കെ പറയുന്നതെല്ലാം ഗസ്റ്റാൾട്ടാണ്, അത് നീഡാണ്. ഈ നീഡ്, അതിനുവേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പക്ഷേ അത് കംപ്ലീറ്റ് ആകാം, ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആകാതെയും വരാം. പരീക്ഷയുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതണം എന്നുള്ളതാണ് ഒരു ജനുവരി മാസം മുതൽ കുട്ടിയുടെ താല്പര്യം. പക്ഷേ അത് കംപ്ലീറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ, പരീക്ഷ അടുക്കും തോറും അതിന് വിപരീതമായ ചില ഫലങ്ങൾ, ഞാൻ പറഞ്ഞ ഒരു എക്സ്റ്റേണൽ ഫാക്കൽറ്റി വരും. നമ്മുടെ തന്നെ ഫാക്കൽറ്റിയാണ്, പേടിയും ഭയമൊക്കെ നമ്മുടെ കയ്യിലുള്ളതാണ്. പക്ഷെ പരീക്ഷ സമയത്ത് അത് കൂടും, ഡോമിനൻസ് വരും. ഡോമിനൻസ് വരുമ്പോൾ പറ്റും ഈ പറയുന്ന ആ നീഡ് അല്ലെങ്കിൽ ഈ ഫിഗർ കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത വിധത്തിൽ അത് പ്രതികൂലമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വരും. ചിലപ്പോൾ ചില കുട്ടികൾ ഒരു പേടിയുമില്ലാതെ സന്തോഷത്തോടെ അത് എഴുതുന്നത് കാണാം, വളരെ ഈസി ആയിട്ട് എഴുതുന്നതും കാണാം. അവർക്കത് കൃത്യമായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഇതൊരു പുതിയ അനുഭവമായി തുടരാം. കാരണം ഇതൊരു പേടിയായിട്ട് നിന്നാൽ അടുത്ത വർഷത്തെ പരീക്ഷയിൽ ഈ പേടി തുടർന്ന് വരാനുള്ള സാധ്യതകളുണ്ട്. അത് ഒരു പുതിയ അനുഭവമായി വരാം, അല്ലെങ്കിൽ അതിനെ മറ്റൊരു രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുന്നതായി കാണാം. അപ്പോൾ ചില ഗസ്റ്റാർഡുകൾ കംപ്ലീറ്റ് ആകത്തില്ല. അതിന് നമ്മൾ പറയുന്നത് അൺഫിനിഷ്ഡ് ബിസിനസ് എന്നാണ് പറയുന്നത്. അപ്പോൾ പൂർണ്ണമാകുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റഡ് ആണ്, പൂർണ്ണമാകുന്നില്ലെങ്കിൽ അത് അൺഫിനിഷ്ഡ് ബിസിനസ് ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതെല്ലാം തന്നെ അൺഫിനിഷ്ഡ് ബിസിനസ്സാണ്. ഇതിൻ്റെ മാനസിക പിരിമുറുക്കങ്ങൾ നമ്മൾക്കുണ്ടാകാം. പരീക്ഷയ്ക്കുള്ള പേടി, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മെമ്മറിയുടെ പ്രശ്നം, ഇതിങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ, ഒരു സദസ്സിനെ അഭിമുഖീകരിക്കുക, ഇതൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ അൺഫിനിഷ്ഡ് ബിസിനസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് പോപ്പപ്പ് ചെയ്യും. ആ പോപ്പപ്പ് ചെയ്യുന്നതിനൊപ്പം ഇപ്പോഴുള്ള പ്രശ്നം കൂടെ കമ്പൈൻ ചെയ്യും. അങ്ങനെ അനേകം പ്രശ്നങ്ങൾ, പ്രതിസന്ധികളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പിൽ പ്രതിസന്ധികളായിട്ട് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം ഗസ്റ്റാൾട്ടിനെ സംബന്ധിച്ച് അൺഫിനിഷ്ഡ് ബിസിനസ്സാണ്. അപ്പോൾ ഈ അൺഫിനിഷ്ഡ് ബിസിനസ്സിനെ ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് ഗസ്റ്റാൾട്ട് തെറാപ്പിയുടെ മെയിൻ പർപ്പസ്. ഒരുപക്ഷെ എല്ലാ തെറാപ്പികളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഈ അൺഫിനിഷ്ഡ് ആയിട്ട് നിൽക്കുന്ന ബിസിനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഫിനിഷ് ചെയ്യണം. ഫിനിഷിങ് ദ അൺഫിനിഷ്ഡ് ബിസിനസ്. അപ്പോൾ ഇതാണ് ഗസ്റ്റാൾട്ട് തെറാപ്പിയിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു നീഡ് വന്നു, അല്ലെങ്കിൽ ഗസ്റ്റാൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു കോണ്ടാക്റ്റ് ഉണ്ടാകണം. അപ്പോൾ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തു, എനിക്കൊരു സെൻസേഷൻ ഉണ്ടായി, ഉടൻ തന്നെ അതിനനുസരിച്ച് ഞാൻ ഒരു എനർജി മൊബിലൈസേഷൻ നടത്തി. എന്നിട്ട് ഞാൻ ഈ വെള്ളമാണ് കുടിക്കേണ്ടതെങ്കിൽ വെള്ളം കുടിക്കാനുള്ള ആ ഒരു വെള്ളത്തിലേക്കുള്ള ഒരു കോണ്ടാക്റ്റ് ഞാൻ പോസിബിൾ ആക്കണം. ഒരു പക്ഷേ ആ കോണ്ടാക്റ്റ് ചിലപ്പം ചില ബൗണ്ടറികൾ കൊണ്ട് ബ്രേക്കേജ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചില ഡിസ്റ്റർബൻസസ് ഉണ്ടാകാം. ചിലപ്പോൾ അത് ഈസി ആയിട്ട് നടക്കാം. ഇപ്പം എൻ്റെ മുമ്പിൽ വെള്ളമുണ്ട്, ഞാൻ ക്ലാസ് എടുക്കുന്നു, എൻ്റെ മുമ്പിൽ വെള്ളമുണ്ട്, എനിക്ക് വെള്ളം എടുത്ത് കുടിക്കാം, അപ്പോൾ അത് ഫുൾഫിൽ ആകും. ഇനി ചില സമയത്ത് ഗ്ലാസ് ഇരിപ്പുണ്ട്, പക്ഷേ അതിൻ്റെ അകത്ത് വെള്ളമില്ല. അല്ലെങ്കിൽ നമ്മൾ ജാറിൽ വെള്ളം വെക്കാറുണ്ട്, പക്ഷേ ജാറിൽ വെള്ളമില്ല. അപ്പം നമ്മൾ ചെക്ക് ചെയ്യുന്നു, നമ്മൾ കോണ്ടാക്റ്റിൽ എത്തുന്നു, വെള്ളത്തിൻ്റെ ഗ്ലാസ് എടുക്കുന്നു, അല്ലെങ്കിൽ ജാറ് നോക്കുമ്പോൾ വെള്ളമില്ലെങ്കിൽ അത് അൺഫിനിഷ്ഡ് ആയിട്ട് നിൽക്കും. അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം പലപ്പോഴും സംഭവിക്കാറുണ്ട്. അപ്പം പ്രധാനമായും കോണ്ടാക്റ്റ് ബൗണ്ടറീസും കൃത്യമായിട്ട് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇപ്പോൾ സാധാരണ കേസിൽ ഒരു കോണ്ടാക്ട് ബൗണ്ടറി എക്സാമ്പിൾ, നമ്മൾ എക്സാമിനേഷൻ്റെ കേസ് പറയുകയാണ്. പരീക്ഷ ആകാറായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും കുട്ടികൾ ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തും. അപ്പം ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് പല രീതിയിൽ ഈ കോണ്ടാക്ട് ബൗണ്ടറി ഡിസ്റ്റർബൻസസിനെ നമുക്ക് കൃത്യമായിട്ട് കാണാം. അപ്പോൾ ഇതിനകത്ത് ചില പോയിന്റുകൾ പറയുന്നുണ്ട്. ഒന്ന് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ മറ്റൊരാളിൽ ആരോപിക്കുകയാണ്. പ്രശ്നം എൻ്റെയാണ്, മറ്റൊരാളെ ആരോപിക്കുകയാണ്. നമ്മൾ ഡിഫൻസ് മെക്കാനിസത്തിൽ കണ്ടിട്ടുണ്ട്. എന്താണ് ചെയ്യുന്നത്? പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ പരീക്ഷയുടെ കേസിൽ പറയുവാണെങ്കിൽ ആ ടീച്ചർ പഠിപ്പിച്ച അത്ര ശരിയായില്ല, എനിക്കൊന്നും മനസ്സിലായില്ല, അല്ലെങ്കിൽ ആ സാറ് പഠിപ്പിച്ചത് ശരിയായില്ല, ഇല്ലെങ്കിൽ ആ സമയത്തൊന്നും എനിക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റില്ല, എനിക്ക് പനിയായിരുന്നു. ഇങ്ങനെയുള്ള ചില ആരോപണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാകാനുള്ള ശ്രമം നടത്തും. അപ്പോൾ ഇതൊരു കോണ്ടാക്ട് ബൗണ്ടറി പ്രതിസന്ധിയാണ്, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് കൂട്ടാം. അതൊരു വേറൊന്നാണ് ഇൻട്രോജക്ഷൻ, ആത്മവൽക്കരണമാണ്, ആന്തരികവൽക്കരണമാണ്. എനിക്കിതിന് പറ്റത്തില്ല, എനിക്കതിനുള്ള കഴിവില്ല, എന്നെക്കൊണ്ട് ഒന്നിനും പറ്റത്തില്ല എന്നുള്ള രീതിയിൽ എൻ്റെ സ്വന്തം കഴിവ് കുറവാണെന്ന് സ്ഥാപിക്കുന്ന ഒരു രീതിയുണ്ട്.
അതല്ലെങ്കിൽ റിട്രോഫ്ലക്ഷൻ ആണ്. റിഫ്ലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്മാറ്റമാണ്, വിഡ്രോവലാണ്, മാറിപ്പോവുക. അതിൽ നിന്ന് പുറകോട്ട് മാറുക, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ആ ഒരു അവസ്ഥയിൽ ആ, സ്വയം പൂർണ്ണമായിട്ടും വിഴുങ്ങി പോകുന്ന അവസ്ഥ. വീണ്ടും ഡിഫ്ലക്ഷൻ ആണ് വ്യതിചലനം. അപ്പം ഇങ്ങനെയുള്ള കോണ്ടാക്ട് ബൗണ്ടറി ഡിസ്റ്റർബൻസസ് ഉണ്ടാകാറുണ്ട്. ഇതെല്ലാം നമുക്ക് ജനറലി പറയാം. ഇത് ഗസ്റ്റാൾട്ടിന്റെ കോൺസെപ്റ്റ് അനുസരിച്ച് പറഞ്ഞു എന്ന് മാത്രം. ഇനി എന്താണ് ഇതിനൊക്കെ മാർഗം? കൃത്യമായിട്ട് പറയുന്നുണ്ട്, സ്വയനിയന്ത്രണം, സെൽഫ് റെഗുലേഷൻ. കൃത്യമായിട്ട് നമുക്കറിയാം പ്രശ്നം എന്താണ്, ആ പ്രശ്നത്തിന് എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത്, ഏതൊക്കെയാണ് മെത്തേഡുകൾ യൂസ് ചെയ്യേണ്ടത്, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. അപ്പം ആരോഗ്യമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു കുട്ടി എന്ന നിലയിൽ എങ്ങനെയാണ് പരീക്ഷയെ നേരിടേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട്. കാരണം ആദ്യമായിട്ടല്ല പരീക്ഷ എഴുതുന്നത്, 10ാം ക്ലാസ്സിലും +2ലും അല്ല പരീക്ഷ എഴുതുന്നത്. പരീക്ഷ ഇഷ്ടംപോലെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ പരീക്ഷ എഴുതുമെന്ന് അറിയാം. പക്ഷെ പരീക്ഷയോട് അടുക്കും തോറും വ്യക്തിപരമായ നിയന്ത്രണക്കുറവ് കൊണ്ട്, അല്ലെങ്കിൽ പഠിക്കാനുള്ള സമയം കുറവ് കൊണ്ടോ അതിനുള്ള താല്പര്യക്കുറവ് കൊണ്ടോ ഒക്കെ പല പല കാരണങ്ങൾ കൊണ്ട് വേണ്ട രീതിയിൽ പഠിക്കുന്നില്ല ഒരു തോന്നൽ, ഞാൻ പഠിച്ചിട്ടില്ല എന്നൊരു പുസ്തകം തുറന്നു കഴിഞ്ഞാൽ അയ്യോ പഠിക്കാത്തത് മാത്രമാണ് എനിക്ക് കാണാൻ പറ്റുന്നത് എന്നൊരു തോന്നൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പേടി വരും. അപ്പം അങ്ങനെയുള്ള പേടി വരുമ്പോൾ ഈ സ്വയം നിയന്ത്രണത്തിൻ്റെ ഭാഗം നഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ സ്വയം നിയന്ത്രണം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, അവയർനെസ് ഈസ് എ പ്രോബ്ലം. കൃത്യമായ ബോധം, തിരിച്ചറിവാണ് ഒരു പരിഹാരം എന്ന് പറയും. തികഞ്ഞ ബോധം എന്ന് പറയും, ഫുൾ അവയർനെസ്. അപ്പോൾ ഒഴിവാക്കിയ എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ ഒഴിവാക്കപ്പെട്ടത്, അതിൻ്റെ എല്ലാം കാരണങ്ങൾ മിക്കവാറും ഈ അവയർനെസ്സിൻ്റെ കുറവായിരിക്കും. അപ്പോൾ അവയർനെസ് ആകാൻ വേണ്ടി മാതാപിതാക്കൾക്ക് കൃത്യമായിട്ട് ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷേ കുട്ടികൾ അത്രമാത്രം സീരിയസ്ലേക്ക് വരുന്നില്ല. കാരണം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കോണ്ടാക്ട് ഡിസ്റ്റർബൻസുകൾ ഉണ്ട്, പലപ്പോഴും അത് വഴിമാറിപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നോക്കാം. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റാണ്, ഞാനും എൻ്റെ ഉത്തരവാദിത്വം. ഞാൻ എൻ്റെ ഉത്തരവാദിത്വം പൂർത്തിയാക്കിയിട്ടില്ല. ഐ ടേക്ക് റെസ്പോൺസിബിലിറ്റി. ആരുടെ ഉത്തരവാദിത്തമാണ് പഠിക്കുക എന്നുള്ളത്? അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെയാണ്. ഞാൻ എൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട്, എൻ്റെ മാതൃക ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ പ്രവർത്തനങ്ങൾ, എൻ്റെ ചിന്തയും വികാരങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം ഞാൻ ഉത്തരവാദിത്തത്തോടെ നിറവേറ്റിയാൽ തീർച്ചയായും വരും. അപ്പോൾ ഇതിലെല്ലാം പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെല്ലാം ഗസ്റ്റാൾട്ട് തെറാപ്പിയുടെ ബേസ് കോൺസെപ്റ്റുകളാണ്. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ബോധം അല്ലെങ്കിൽ അവയർനെസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇതിൽ പിന്നെ പറഞ്ഞ സ്വയം നിയന്ത്രണം. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, ഹിയർ ആൻഡ് നൗ. ഈ സമയത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റണം. ഇനി ഇങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും കുറേ അൺഫിനിഷ്ഡ് ബിസിനസ് നമ്മളുടെ ഈ എക്സ്പീരിയൻസ് സർക്കിൾ ഉണ്ടാവും. സൈക്കിൾ ഓഫ് എക്സ്പീരിയൻസ് എന്നാണ് ആ പ്രോസസ്സിന് പറയുന്നത്. കാരണം ആ പ്രോസസ്സ് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ആ പ്രോസസ്സ്. ആദ്യം വരുന്നത് സെൻസേഷനാണ്. എനിക്ക് വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പഠിക്കണം എന്നുള്ളത്, എനിക്ക് പരീക്ഷയ്ക്ക് നല്ലോണം പാസ്സാകണം, അല്ലെങ്കിൽ എല്ലാത്തിനും A+ ആയിരിക്കണം, അല്ലെങ്കിൽ എല്ലാം ഫുൾ ആയിരിക്കും, A1 ആയിരിക്കണം എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു സെൻസേഷൻ ഉണ്ടാകണം. അതിനുശേഷം ആ സെൻസേഷൻ ഒത്ത ഒരു അവയർനെസ് വേണം, എങ്ങനെയായിരിക്കണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. രണ്ടാമത്തെ പാർട്ട് അതാണ്. വീണ്ടും മൊബിലൈസ് ചെയ്യണം, എനർജി മൊബിലൈസേഷൻ വേണം. കൃത്യമായിട്ട് ഞാൻ അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുന്നു, ഇന്ന ടൈമിൽ ഇന്നതൊക്കെ പഠിക്കും എന്ന് പറയുന്നു. നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു, ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് പഠിക്കാനുണ്ട്, ഇന്ന കാര്യങ്ങൾ ഒരാളുടെ സഹായം കൊണ്ട് മാത്രമേ എനിക്ക് പഠിക്കാൻ പറ്റൂ എന്നുള്ള രീതിയിൽ ഒരു പ്ലാനിങ് ഒക്കെ കൃത്യമായിട്ട് മൊബിലൈസ് ചെയ്യണം. എനർജി മൊബിലൈസേഷൻ വേണം. കൃത്യമായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യണം. ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് പഠിച്ചു കഴിഞ്ഞു, ഞാൻ ക്ലിയർ ആണ്, ഇനി ഒന്നും ചിന്തിക്കാനില്ല, ജസ്റ്റ് റിപ്പീറ്റ് ചെയ്താൽ മതി. അടുത്ത പോയിന്റ് ഇതാണ്, ചില കാര്യങ്ങൾ ഇനി എനിക്ക് പഠിക്കാനുണ്ട്, അതിനെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. മൂന്നാമത്തെ പോയിന്റ് എവിടെയാണ് വരുന്നത്, എനിക്ക് തന്നെ പഠിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ എൻ്റെ ഹെൽപ്പ്, എനിക്ക് ആരുടെയും ഹെൽപ്പ് വേണം, ഫ്രണ്ട്സിന് വേണം, അല്ലെങ്കിൽ ടീച്ചേഴ്സിന് വേണം, മാതാപിതാക്കളുടെ വേണം, ആരെയും ഹെൽപ്പ് വേണം. അങ്ങനെയുള്ള ഹെൽപ്പ് വേണ്ട കാര്യങ്ങളിൽ സ്വന്തമായി അധ്വാനിച്ചാൽ അവിടെ ഏറ്റവും ടൈം ലോസ് ഉണ്ടാവും. അത് പലപ്പോഴും കുട്ടികൾക്ക് പ്രശ്നമുണ്ട്, അല്ലേ? അവർക്ക് എക്സ്പീരിയൻഷ്യൽ അല്ല, അവർക്ക് അറിയാത്ത ഒരു കാര്യത്തിന്, നമുക്കറിയാൻ പാടില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി സമയം മുതൽ ചിലവഴിച്ച് കഴിഞ്ഞാൽ ഒത്തിരി സമയനഷ്ടം ഉണ്ടാവും. അപ്പോൾ അവിടെ വേറെ ഏതെങ്കിലും മാർഗം വേണം. ഇപ്പോൾ മൊബിലൈസ് ചെയ്തു, അതിനുശേഷം പിന്നെ വരുന്ന ആക്ഷനാണ്. ആക്ഷൻ പാർട്ടിലേക്ക് പോകണം. ഇപ്പോൾ പ്ലാനിംഗ് ഒക്കെ കഴിഞ്ഞു, അവയർനെസ് ആയി, മൊബിലൈസ് ചെയ്തു, ഇത് നമ്മൾ ആക്ഷൻ പ്ലാനാണ്. ആക്ഷൻ പ്ലാൻ, ദെൻ കോണ്ടാക്ട് എന്ന് വെച്ചാൽ പുസ്തകം എടുക്കണം, പഠിക്കണം, എഴുതണം, ഓർമ്മ ഉണ്ടോ എന്ന് നോക്കണം, പഠിച്ചത് ഓർക്കുന്നുണ്ടോ എന്ന് നോക്കണം. ദെൻ സാറ്റിസ്ഫാക്ഷനിലേക്ക്, ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും സാറ്റിസ്ഫാക്ഷനിലേക്ക് പോകണം. നമ്മുടെ ഈഗോ കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ പഠിച്ചു. വീണ്ടും വീണ്ടും പഠിക്കുന്ന അളവ് കൂടി വരുന്നു, പഠിക്കാത്ത അളവ് കുറഞ്ഞു വരുന്നു. എനിക്കറിയാൻ പാടില്ലാത്ത കാര്യം ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. ദെൻ സാറ്റിസ്ഫൈ ചെയ്തു, പരീക്ഷയ്ക്ക് ഞാൻ റെഡിയാണ്, അല്ലെങ്കിൽ പരീക്ഷ എഴുതി വിഡ്രോവൽ തിരിക്കുന്നു, വീണ്ടും സെൻസേഷൻ. അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ കംപ്ലീറ്റ്. ഇപ്പോൾ ഒരു ആദ്യത്തെ പരീക്ഷ എഴുതുമ്പോൾ ഈ ഒരു സൈക്കിൾ വരും, രണ്ടാമത്തെ പരീക്ഷ വരുമ്പോൾ ഇതേ സൈക്കിൾ വീണ്ടും വരും. ഇങ്ങനെ ഓരോ പരീക്ഷയ്ക്കും ഓരോ ജീവിതത്തിൻ്റെ സന്ദർഭങ്ങളിലും ഈ കറക്റ്റായിട്ട് ഈ സൈക്കിൾ ഫോം ചെയ്യും. ഇത് നമ്മൾ ഗസ്റ്റാൾട്ട് തെറാപ്പി സൈക്കിൾ എന്ന് പറയും. അപ്പോൾ ഇതാണ് സത്യത്തിൽ സംഭവിക്കുന്നത്. ഇനി എക്സാമിനേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഈ അനുഭവ ചക്രത്തെ, അല്ലെങ്കിൽ സൈക്കിൾ ഓഫ് എക്സ്പീരിയൻസിനെ ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ തെറാപ്പികളിലേക്ക് വരാം.
ആദ്യത്തെ പാർട്ട് ഞാൻ പറഞ്ഞു സെൻസേഷനാണ്. പരീക്ഷാ ഭയമാണ് ഇവിടുത്തെ പ്രശ്നം. ശരിക്കും ഭയം പ്രശ്നം അതല്ല, നല്ലവണ്ണം പരീക്ഷയ്ക്ക് എഴുതണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നീഡ്. പരീക്ഷ സമയമാണ്, നല്ലവണ്ണം പരീക്ഷ എഴുതണം, അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളുടെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ പരീക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അതിനേക്കാളും ഡോമിനൻ്റ് ആയിട്ട് പരീക്ഷയെക്കുറിച്ചുള്ള ഭയം വരികയാണ്. അപ്പോൾ ഇവിടെ നമ്മളെ പരീക്ഷാ ഭയം എന്നൊരു പോയിന്റാണ് നമ്മൾ എടുക്കുന്നത്. കാരണം പഠിക്കണം എന്ന് പറയുമ്പോൾ തന്നെ ഭയം മുന്നോട്ട് മുന്നോട്ട് വരിക, ഡോമിനൻസ് കൂടി വരിക, അപ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ആദ്യത്തെ സെൻസേഷൻ, സംവേദനം. എന്താണ് സെൻസേഷൻ? പരീക്ഷ ഭയം വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ അസ്വസ്ഥത ഉണ്ടാകും, ഹൃദയമെടുപ്പ് കൂടും, വിയർപ്പ് വരും, അങ്ങനെ ശാരീരികവും മാനസികവുമായ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും. ഇതാണ് ആദ്യത്തെ പാർട്ട്. അപ്പോൾ പരീക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴോ പുസ്തകം എടുക്കുമ്പോഴോ ആദ്യമേ ഉണ്ടാകുന്ന സെൻസേഷൻ പാർട്ട് ഇതാണ്. ദെൻ എന്താണ് അടുത്തത്? അവയർനെസ്. എനിക്ക് പരീക്ഷയെക്കുറിച്ച് വളരെ ഭയമാണ് എന്ന് തിരിച്ചറിവ്. ഭയം ഇപ്പോൾ വ്യക്തമായ ഒരു രൂപത്തിലെത്തി. കാരണം ഭയം കൊണ്ട് ഞാൻ മുങ്ങിപ്പോയി, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറും. പഠിക്കണം എന്നുള്ളതിന് പകരം പരീക്ഷയെക്കുറിച്ചുള്ള ഭയമാണ്. ജയിക്കുമോ, എനിക്കത് എഴുതാൻ പറ്റുമോ, തോറ്റുപോകുമോ, മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ മണ്ടനായി മാറുമോ, അല്ലെങ്കിൽ അപമാനിക്കപ്പെടുമോ, ഇങ്ങനെയുള്ള അനേകം ചോദ്യങ്ങൾ അവിടെ കയറി വരുന്നു. അപ്പം അവയർനെസ് പാർട്ട് വന്നു. അടുത്ത പാർട്ട് ഊർജീകരണം, എനർജി മൊബിലൈസേഷനാണ്. ഭയവും ആശങ്കയും കൊണ്ട് ശരീരവും മനസ്സും നിറയുന്നു. പഠിച്ച് ഊർജത്തോടുകൂടെ മുന്നോട്ട് പോകുന്നതിന് പകരം പഠിത്തത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു ഊർജമാണ്, ഒരു നെഗറ്റീവ് എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ മൊബിലൈസേഷൻ നടക്കുന്നുണ്ട്, പക്ഷേ റിസൾട്ട് നെഗറ്റീവാണ്. ഉദ്ദേശിച്ച പോലെയല്ല, പഠിക്കാനല്ല, പഠിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു തോന്നലാണ് ഫീൽ ചെയ്യുന്നത്. ആക്ഷനിലേക്ക് വരുമ്പം ആരോഗ്യകരമായ പ്രവർത്തനമുണ്ട്, തടസ്സമുള്ള പ്രവർത്തനമുണ്ട്. ആരോഗ്യമായ പ്രവർത്തനം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു, പല പരീക്ഷ ക്ലാസ്സുകളിൽ നമ്മൾ കൊണ്ടുപോകും, ഒത്തിരി റിലാക്സേഷൻ മെത്തേഡുകളുണ്ട്. ശ്വാസം അകത്തേക്ക് എടുക്കും, പുറത്തേക്ക് പോകട്ടെ, പഠിച്ച ടോപ്പിക്കുകൾ കൃത്യമായിട്ട് നോക്കും, ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ ആരോഗ്യകരമായ പ്രവർത്തനം എന്ന് പറയുന്നത് പുറകോട്ട് മാറുക, അത് ഭയത്തിൽ നിന്ന് ആശങ്കയിൽ നിന്ന് വിട്ടുമാറി റിയാലിറ്റിയിലേക്ക് കടന്നു വരിക, ആഴത്തിൽ ശ്വസിക്കുക, റിലാക്സേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുക, ഗ്രൗണ്ടിങ് ടെക്നിക്സ് യൂസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? ആരുടെയെങ്കിലും സഹായം നേടുക, നല്ലൊരു പ്ലാൻ ഉണ്ടാക്കുക. ഇതൊക്കെ ആരോഗ്യകരമായ പ്രവർത്തനമാണ്. ഇപ്പോഴും ഭയത്തിലാണ് നമ്മൾ, പക്ഷേ നമുക്ക് ആരോഗ്യകരമായ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകാം. പലപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യുന്നുമുണ്ട്. തടസ്സമുള്ള പ്രവർത്തനം എന്ന് വെച്ചാൽ ഈ പറയുന്ന പ്രവർത്തനം എന്താണ്? ശരീരത്തെ, നമുക്കറിയാം, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളുടെ പഠനവും നമ്മൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ബോഡി വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ എക്സാമ്പിൾ പറയുമല്ലോ, ഒരു തെങ്ങ കയറണമെന്ന് ചോദിച്ചാൽ നമ്മളെ കൊണ്ട് തെങ്ങ കയറാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഇന്ന് വരെ കയറിയിട്ടില്ല. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് പറയും, ഒരു കാരണവശാലും നിനക്ക് തെങ്ങ കയറാൻ പറ്റത്തില്ല, യു നെവർ എന്ന് പറയുമ്പോൾ നമ്മൾ, ഇനി അഥവാ ആരെങ്കിലും അടിച്ചു കയറ്റിയാൽ പോലും നമ്മൾ അവിടെ നിന്ന് വിറയ്ക്കുക, അത് ശരീരം മുഴുവൻ വിറയ്ക്കുന്നതല്ലാതെ തെങ്ങൽ കയറ്റം നടക്കത്തില്ല എന്ന് പറയുന്ന പോലെ ഇവിടെ എന്ത് സംഭവിക്കും? ഓരോ പ്രാവശ്യം പഠിക്കൂ പഠിക്കൂ പഠിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങും. കാരണം ശരീരത്തിന് പറ്റുന്നില്ല, പേടിച്ചോടും, മനസ്സ് കെട്ടുപോകുന്ന രീതി ഒഴിവാക്കുന്നു, പഠനം നിർത്തുന്നു. ഇങ്ങനെയുള്ള തരങ്ങളിലേക്ക് ആക്ഷൻ പാർട്ട് പോകും. ഇനി അടുത്ത പാർട്ട് എന്താണ്? അപ്പോൾ ഇനി വളരെ അടുത്തെത്തി, പരീക്ഷ അടുത്തെത്തി കഴിഞ്ഞു, സമ്പർക്കത്തിലേക്ക് എത്തണം. അല്ലെങ്കിൽ പരീക്ഷയെ കോൺകർ ചെയ്യാൻ വേണ്ടി പഠിച്ചേ പറ്റൂ, പുസ്തകമെടുത്തേ പറ്റൂ, എഴുതിയേ പറ്റൂ, വായിച്ചേ പറ്റൂ. അവിടെ ആരോഗ്യകരമായി ഭയത്തിൻ്റെ മൂല കാരണത്തോട് പോരാടാം, നേരിട്ട് സമ്പർക്കം പുലർത്താം. അതല്ല, തടസ്സത്തോടെ ആണെങ്കിലോ ഭയത്തിൽ മുഴുകി പൂർണ്ണമായ ബുദ്ധിമുട്ട്, പരീക്ഷ എഴുതുമ്പോൾ മനസ്സ് തളർന്നു പോകുന്ന ഒരവസ്ഥയിലേക്കും, പരീക്ഷയെക്കുറിച്ച് ഓർക്കുമ്പോഴേ നമുക്ക് ഉറക്കമില്ല, ആകെ പ്രശ്നം, ബോധക്കടൽ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. ഇല്ലെങ്കിൽ ഇതുപോലുള്ള പല പല കാര്യങ്ങളിലേക്ക് പോകും. ഇനി അടുത്ത ഏരിയ എന്ന് വെച്ചാൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ റെസൊല്യൂഷൻ. ആരോഗ്യകരമാണെങ്കിൽ പ്രവർത്തനത്തിലൂടെ ഭയം കൈകാര്യം ചെയ്ത് ആന്തരിക സമ്മർദ്ദം കുറച്ച് മുന്നോട്ട് പോകാം. പക്ഷെ തടസ്സത്തിലാണെങ്കിൽ, തൃപ്തി, ആ സാറ്റിസ്ഫാക്ഷൻ നെഗറ്റീവ് തലത്തിലാണെങ്കിൽ ഭയം അടങ്ങാതെ നിൽക്കുന്നു, താൽക്കാലികമായ ഒഴിവുകൾ നിർത്തുന്നു. അവിടെയാണ് നമ്മൾ പറഞ്ഞ പ്രൊജക്ഷനൊക്കെ ഉപയോഗിക്കുന്നത്. എനിക്കതൊന്നും അറിയത്തില്ല, എന്നെ പഠിപ്പിച്ചിട്ടില്ല, ആ സമയത്ത് ഞാൻ ക്ലാസ്സിലില്ലായിരുന്നു, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പിന്നെ പിൻവാങ്ങൽ എന്ന് പറയുന്നൊരു തലത്തിലേക്ക് വരും. അത് അവസാനത്തെ പറഞ്ഞ വിഡ്രോവലാണ്. ഭയത്തിൻ്റെ രൂപം മാഞ്ഞ് ശ്രദ്ധ മുഴുവൻ മറ്റു കാര്യങ്ങളിലേക്ക് തിരിയുന്നു. പരീക്ഷയെക്കുറിച്ചുള്ള ഭാഗമൊക്കെ വിട്ട് മറ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു, പരീക്ഷ പുസ്തകം അടച്ചു വയ്ക്കുന്നു, TV കാണുന്നു, ഇങ്ങനെയുള്ള തരത്തിലേക്കൊക്കെ പോകും. ഇങ്ങനെ ഒരു അനുഭവ ചക്രം എപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടുണ്ടാകുന്ന കോൺടാക്ട് ബൗണ്ടറി ഡിസ്റ്റർബൻസസ് എന്ന് പറയുന്നത് ഇൻട്രോജക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ഇന്നർ സൈഡിലേക്കാണ് പറയുന്നത്. മാതാപിതാക്കളുടെ സമൂഹം പറയുന്നതാണ്, നിനക്ക് പഠിക്കാൻ സാധിക്കും, നിനക്ക് അതിനുള്ള കഴിവെല്ലാം ഉണ്ട്, എല്ലാ റിസോഴ്സും നിൻ്റെ കയ്യിലുണ്ട്, നിന്നെക്കൊണ്ടാകും എന്ന് പറയുമ്പോൾ അതൊന്നും അംഗീകരിക്കത്തില്ല. എനിക്ക് പറ്റത്തില്ലെന്നേ, എനിക്ക് പറ്റത്തില്ലേ എന്ന് പറയും. പ്രൊജക്ഷൻ എന്താണ്?
പ്രൊജക്ഷൻ എന്ന് വെച്ചാൽ ആരോപണമാണ്, മറ്റൊരാളെ ആരോപിക്കുകയാണ്. ഈ അധ്യാപകൻ എന്നെ പരീക്ഷയെ തോൽപ്പിക്കാനാണ്, ഇല്ലെങ്കിൽ വേണ്ട രീതിയിൽ പഠിപ്പിച്ചിട്ടില്ല, എനിക്കിതിപ്പോൾ ഒന്നും മനസ്സിലാകുന്നുമില്ല, പരീക്ഷ സമയപ്പോഴാണ് എനിക്കിതൊക്കെ മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞ രീതിയിലൊരു കോൺടാക്ട് ബൗണ്ടറി ഡിസ്റ്റർബൻസ് കാണിക്കാറുണ്ട്. ഇനി പിന്നെ വരുന്നത് എന്താണ്? റെട്രോഫ്ലക്ഷൻ. റെട്രോഫ്ലക്ഷൻ എന്ന് വെച്ചാൽ ഭയം പുറത്ത് കാണിക്കാതെ അകത്ത് ഒതുക്കി വെക്കുക, എന്നിട്ട് എനിക്ക് കഴിയില്ലെന്ന് സ്വയം വിശ്വസിച്ചുകൊണ്ട് അടങ്ങി ഒതുങ്ങിയിരിക്കുക. പഠിക്കുന്നുണ്ടെന്ന് പുസ്തകം തുറന്നിരിപ്പുണ്ട്, പക്ഷെ പഠനമൊന്നും നടക്കത്തില്ല. ദെൻ ഫൈനലി ഡിഫ്ലക്ഷൻ. പഠിക്കുന്നതിന് പകരം മൊബൈൽ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയകൾ അല്ലെങ്കിൽ പുറത്തേക്കുള്ള ജോലികൾ, കളി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോവുക. അപ്പം ഇതാണ് ഒരു ചക്രം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ പ്രോസസ്സിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ പ്രോസസ്സിനെ കോംപ്രമൈസ് ചെയ്യാനുള്ള മെത്തേഡുകൾ നോക്കാം. അതിന് ഗസ്റ്റാൾട്ട് തെറാപ്പി ടൂൾസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ പ്രധാനമായിട്ട് ഇത്തരം തെറാപ്പി ടൂൾസ് ഉപയോഗിക്കാറുണ്ട്. എം ടി ചെയർ, ടു ചെയർ, മൾട്ടി ചെയർ ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ഈ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവിടെ ഒരു ടു ചെയർ അല്ലെങ്കിൽ മൾട്ടി ചെയർ ഉപയോഗിച്ച് നമുക്കതിനെ സോൾവ് ചെയ്യാൻ പറ്റും. അതുപോലെ എക്സാജുറേഷൻ ആംപ്ലിഫിക്കേഷൻ, അതൊരു വേറൊരു പ്രോബ്ലം മെത്തേഡാണ്. ഡ്രീം വർക്ക്, ദെൻ സ്റ്റേയിങ് വിത്ത് ഫീലിംഗ്, കണ്ടിന്യൂങ് വിത്ത് അവയർനെസ് ആൻഡ് ലൊക്കേറ്റിംഗ് ഇമോഷൻസ് ഇൻ ദ ബോഡി. ഇത്തരം മെത്തേഡുകൾ ഈ ഗസ്റ്റാൾട്ട് തെറാപ്പിയിൽ ഉപയോഗിക്കാറുണ്ട്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എം ടി ചെയർ ടെക്നിക്കാണ്. ടു ചെയറും മൾട്ടി ചെയർ ടെക്നിക്സ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം പരീക്ഷ സമയത്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ. നമ്മൾ കുറേ ഫാക്കൽറ്റീസ് വരും. ഈ ഫാക്കൽറ്റീസ് എല്ലാം ഡിസംബറിന് മുമ്പ് വരെ നമ്മുടെ ഫാക്കൽറ്റി ആയിരുന്നു. പക്ഷേ ഡിസംബർ കഴിഞ്ഞ് ജാനുവരി, ഫെബ്രുവരി, മാർച്ചൊക്കെ ആകുമ്പോൾ ഈ ഫാക്കൽറ്റീസ് എല്ലാം പ്രൊജക്റ്റഡായി, പേടിയായി, ഭയമായി, ആങ്സൈറ്റിയായി, ഇതെല്ലാം നമ്മുടെ മുമ്പിൽ വരും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പാർട്ടാണ്, ഈ ഹോളിസത്തിൻ്റെ പാർട്ടാണ്, നമ്മുടെ തന്നെ അവയവങ്ങൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഫീലിംഗ് ആണ്. പക്ഷെ എന്ത് സംഭവിക്കും? ഇവിടെ നോക്കി എം ടി ചെയറിൽ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ഇതിനോടൊക്കെ ഒരു പേഴ്സണോട് സംസാരിക്കാം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനോട് സംസാരിക്കാം, ഒരു ഇമോഷനോട് സംസാരിക്കാം. ഇതെല്ലാം എം ടി ചെയറിലിരുത്തി നമുക്ക് സംസാരിക്കാം. ഇതെന്താണ് ആവശ്യം? ഒന്ന് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ വെന്റിലേറ്റ് ചെയ്ത് കളയണം. ഭയത്തെക്കുറിച്ചുള്ള ആ ഒരു ധാരണയെ മാറ്റണം. ആങ്സൈറ്റിയെക്കുറിച്ചുള്ള ധാരണയെ മാറ്റണം. ഓർമ്മക്കുറവിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ മാറ്റണം. ഇതെല്ലാം നമ്മുടെ ഫാക്കൽറ്റിയാണ്. ഇതെല്ലാം നമ്മളോട് ഒത്തുചേർന്ന് നിന്നതാണ്. പരീക്ഷ സമയത്ത് ഇതെല്ലാം പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മുടെ ഭാഗമല്ല, അതൊക്കെ രോഗാവസ്ഥയിലാണ്, ഒരു പാത്തോളജിക്കൽ പ്രോബ്ലത്തിൽ നിൽക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിനെയൊക്കെ നമ്മൾ എക്സ്പെൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് പ്രോബ്ലമായി. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒന്ന് രണ്ട് എക്സസൈസിലൂടെ നമുക്കത് ചെയ്യാം. ഒരുപക്ഷെ നിങ്ങൾക്കും എന്നെ സഹായിക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് രണ്ട് എക്സാമ്പിൾ ഇങ്ങനെയാണ്. അതിൻ്റെ ഒന്നാമത്തെ എക്സാമ്പിൾ ഇതാണ്. പരീക്ഷ പേടിയാണല്ലോ നമ്മുടെ പ്രശ്നം. പരീക്ഷയെക്കുറിച്ചുള്ള പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷൻ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന പരീക്ഷ പേടിയാണ്. ഇപ്പോൾ ഇവിടെ അഭിരാം എന്ന് പറയുന്ന ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് പരീക്ഷയെക്കുറിച്ചുള്ള പേടിയാണ്. പരീക്ഷ അടുക്കുന്തോറും ഉറക്കമില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഒന്നിലും ശ്രദ്ധയില്ല, ആകെ ഒരു ഭയം, ശ്വാസം വിടാൻ ബുദ്ധിമുട്ട്, വെള്ളം ഇറക്കാൻ പഠിക്കുന്ന പലതരം പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ള കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? പലപ്പോഴും പരീക്ഷ സമയമാകുമ്പോൾ ഇതുപോലത്തെ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ഇതാണ് ഈ കുട്ടിയുടെ പ്രോബ്ലം, പരീക്ഷയെക്കുറിച്ചുള്ള പേടി. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഗസ്റ്റാൾട്ട് തെറാപ്പി പറയുമ്പോൾ എപ്പോഴും ഒരു തെറാപ്പിസ്റ്റിനെ സഹായം നല്ലതാണ്. ഒരു എക്സ്പീരിയൻസ്ഡ് തെറാപ്പിസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിനെ കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. നോക്കാം, തെറാപ്പിസ്റ്റിൻ്റെ ഗൈഡൻസ് എന്താണ്? ഇവിടെ അഭിരാം എന്ന് പറയുന്ന കുട്ടി ഒരു കസേരയിൽ ഇരിക്കുന്നു. അതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ഒഴിഞ്ഞ കസേരയുണ്ട്. ഇതാണ് എം ടി ചെയർ, ടു ചെയർ ഓർ എം ടി ചെയർ. അഭിരാം, ഈ ഒഴിഞ്ഞ കസേരയിൽ നിന്റെ പരീക്ഷ ഇരിക്കുന്നതായി സങ്കല്പിക്കുക, അല്ലെങ്കിൽ പരീക്ഷയുടെ പേടി ഇരിക്കുന്നതായി സങ്കല്പിക്കുക. അപ്പോൾ അഭിരാം ഇരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പിൽ ഒഴിഞ്ഞ കസേര ഇരിപ്പുണ്ട്. ആ കസേരയിൽ പരീക്ഷ അല്ലെങ്കിൽ പരീക്ഷയുടെ പേടി ഇരിക്കുന്നതായി സങ്കല്പിക്കുക. എന്നിട്ട് അഭിരാമിനോട് പറയാണ്, അഭിരാമേ, ഈ പരീക്ഷ എന്ന് പറയുന്നത് നിന്റെ ഈ ഫാക്കൽറ്റിയോട് ഒന്ന് പറയാമോ, ഒന്ന് സംസാരിക്കാമോ? നമ്മുടെ തന്നെ ഫാക്കൽറ്റിയാണ്, അഭിരാമിൻ്റെ തന്നെ ഫാക്കൽറ്റിയാണ്. പക്ഷെ ഇപ്പോൾ പരീക്ഷാ ഭയം എന്ന് പറയുന്നത് പരീക്ഷാ സമയത്ത് ഒരു പ്രൊജക്റ്റഡ് പ്രശ്നമായിട്ട് നിൽക്കുകയാണ്, ഒരു കോണ്ടാക്ട് ഡിഫറൻസ് ആയിട്ട്, ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനെ ആ കസേരയിൽ ഇരുത്തിയോ സംസാരിക്കാൻ പറയുകയാണ്. അപ്പോൾ അഭിരാം പറയുകയാണ് പരീക്ഷയോട്, പരീക്ഷയെ നീ എന്നെ വല്ലാതെ പേടിപ്പിക്കുന്നു. പറയണം. അഭിരാം ആ പരീക്ഷയോട് തൊട്ട് മുമ്പിലിരിക്കുന്ന എം ടി ചെയറിലിരിക്കുന്ന പരീക്ഷ എന്ന് പറയുന്ന ആ ഒരു ഐഡൻറ്റിറ്റിയോട് കൃത്യമായിട്ട് പറയണം, പരീക്ഷ നീ എന്നെ വല്ലാതെ പേടിപ്പിക്കുന്നു. നീ വരുമ്പോൾ എൻ്റെ കൈ വിയർക്കും, തല കറങ്ങും, ഓർമ്മ പോലും പോകും. നീ എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ഭയപ്പെടുന്നത്? ഇങ്ങനെയല്ല, ഫിലോസഫിക്കൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയാം. ഇവിടെയാണ് തെറാപ്പിസ്റ്റിൻ്റെ സഹായം വേണ്ടത്. കൂടുതൽ കൂടുതൽ പറഞ്ഞ് പരീക്ഷയും ആ കുട്ടിയും തമ്മിലുള്ള കണക്ടിവിറ്റി കൃത്യമായിട്ട്, റാപ്പ് കൃത്യമായിട്ട് ബിൽഡ് ചെയ്യണം. ഇത്രയും പോരാ, കുറേ കാര്യങ്ങളൂടെ പറയാം. ഇതിനു മുമ്പ് നടന്ന പരീക്ഷയുടെ കാര്യം, കഴിഞ്ഞ വർഷം എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി, ഈ വർഷവും ഇങ്ങനെ തന്നെയാണോ സംഭവിക്കാൻ പോകുന്നത്? ഇതെല്ലാം ഈ എം ടി ചെയറിലിരിക്കുന്ന പരീക്ഷ എന്ന് പറയുന്ന ഈ ഐഡൻറ്റിറ്റിയോട് കൃത്യമായിട്ട് അഭിരാം പറയുകയാണ്. ഇങ്ങനെ ഒരു തെറാപ്പിസ്റ്റ് പറയിപ്പിക്കുന്നു. തീർച്ചയായിട്ടും പറയാൻ പറ്റും. ചിലപ്പോൾ നമ്മളൊക്കെയാണ്, അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ ഒന്നോ രണ്ടോ വാക്കിലൊക്കെ നിർത്തും. അതിന് സ്വല്പം കൂടെ എലാബറേറ്റ് ചെയ്ത് കൊടുത്ത് കൃത്യമായിട്ട് ചോദിക്കൂ എന്ന് പറഞ്ഞ് ചോദിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ദെൻ
ഇനി എന്താണ് തെറാപ്പിസ്റ്റ് വീണ്ടും പറയുകയാണ്. അപ്പോൾ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. അഭിരാമിന്റെ തന്നെ ഫാക്കൽറ്റിയായ എം ടി ചെയറിലിരിക്കുന്ന പരീക്ഷയോട് കുറച്ചു നേരം സംസാരിച്ചു. അപ്പോൾ വീണ്ടും തെറാപ്പിസ്റ്റിന്റെ ഡയറക്ഷൻ വന്നു. ഇപ്പോൾ കസേര മാറിയിരിക്കുക, എം ടി ചെയറിലേക്ക് അഭിരാം മാറിയിരിക്കുക. നേരത്തെ എം ടി ചെയറിൽ ഇരുന്നത് പരീക്ഷയായിരുന്നു. ഇപ്പോൾ അഭിരാം ആ കസേരയിലേക്ക് മാറിയിരിക്കുന്നു. പരീക്ഷയായി ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾക്ക് പ്രതികരണം കൊടുക്കുക. പരീക്ഷ പറയുന്നത് പോലെ അഭിരാം തന്നെ സംസാരിക്കുക. അപ്പോൾ ഇപ്പോൾ എം ടി ചെയറിൽ ഇരിക്കുന്നത് അഭിരാം തന്നെയാണ്. പക്ഷെ അഭിരാം ഇരിക്കുന്നത് പരീക്ഷയുടെ റോളിലാണ്. എന്നിട്ട് പരീക്ഷയോട് പറഞ്ഞ കാര്യങ്ങൾ, അഭിരാം പരീക്ഷയോട് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. പരീക്ഷ നീ എന്നെ വല്ലാതെ പേടിപ്പിക്കുന്നു, നീ വരുമ്പോൾ എൻ്റെ കൈ വിയർക്കും, തല കറങ്ങും, ഓർമ്മ പോലും പോകും, പഠിച്ചതൊന്നും എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല, നീ എന്തുകൊണ്ടാണ് എങ്ങനെ ഭയപ്പെടുന്നത്, ഇതാണ് ചോദിച്ചത് അഭിരാം. തിരിച്ച് പരീക്ഷയായിട്ട് തന്നെ അഭിരാം തിരിച്ച് സംസാരിക്കുക. അപ്പം എം ടി ചെയറിൽ അഭിരാം ഇരിക്കുന്നു, പരീക്ഷയായി അഭിരാം സംസാരിക്കുകയാണ്. അപ്പോൾ അഭിരാം പരീക്ഷയാണ് സംസാരിക്കുന്നത്, പക്ഷെ പറയുന്നത് അഭിരാം തന്നെയാണ്. പരീക്ഷയെ പറഞ്ഞ ആ പരീക്ഷയായിട്ട് അഭിരാം സംസാരിക്കുക. അഭിരാം, ഞാൻ നിന്റെ ശത്രുവല്ല, നീ പഠിച്ച കാര്യങ്ങൾ കാണിക്കാനുള്ള ഒരു അവസരം മാത്രമാണ് ഞാൻ. നീ എന്നെ പേടിപ്പിക്കുമ്പോൾ നിന്റെ കഴിവുകൾ തന്നെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്, അല്ലെങ്കിൽ നിനക്ക് നിന്റെ കഴിവ് കാണിക്കാൻ പറ്റുന്നില്ല. ഞാനൊരു വിലയിരുത്തൽ മാത്രമാണ്, അവസാനമല്ല, ഒരു വിധിയല്ല ഞാൻ. എത്രയോ പരീക്ഷകൾ നീ എഴുതിയിട്ടുണ്ട്, ഈ പരീക്ഷയിലൊന്നും നീ ഫെയിലായില്ലല്ലോ. ഈ 10ാം ക്ലാസ്സിൽ മാത്രം നിനക്ക് എന്താണ് ഇങ്ങനെ തോന്നുന്നത്? അപ്പൊ പരീക്ഷയായി അഭിരാം തന്നെ സംസാരിക്കുകയാണ് പരീക്ഷയോട്. അപ്പൊ കൃത്യമായി ആ ഗ്യാപ്പ് കുറയ്ക്കാൻ, എന്നുവെച്ചാൽ പരീക്ഷ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പരീക്ഷാ ഭയം എന്ന് പറയുന്ന ആ ഒരു പ്രശ്നത്തെ കൃത്യമായിട്ട് വെന്റിലേറ്റ് ചെയ്യാണ് അഭിരാം. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ കൃത്യമായി പറയുമ്പോൾ പരീക്ഷ എന്ന് പറയുന്ന എക്സ്റ്റേണൽ ഫാക്കൽറ്റി, ഇപ്പോൾ എക്സ്റ്റേണൽ ആണ്, നേരത്തെ ഇന്റേണൽ ആയിരുന്നു, ആ ഫാക്കൽറ്റിയെ വീണ്ടും അടുപ്പിക്കാൻ പറ്റും, അവർ നമ്മളെ ഗ്യാപ്പ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ പരീക്ഷ എന്ന് പറയുന്നത് എനിക്കൊരു പ്രശ്നമായിട്ട് വന്നതല്ല. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ പറയാം, എന്താണ്, നിന്റെ പഠിത്തത്തിന്റെ പ്രശ്നം കൊണ്ടാണ്, എനിക്ക് നീ കൃത്യമായിട്ട് കൺസിഡർ ചെയ്യാത്തതുകൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അടുത്തൊരു എക്സാമ്പിളിൽ നമുക്ക് അങ്ങനെയും പറയാം. ഇത് വളരെ പോസിറ്റീവാണ് പരീക്ഷ പറയുന്നത്. ഞാൻ നിന്റെ ശത്രുവല്ല, നീ പഠിച്ച കാര്യങ്ങൾ കാണിക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ്. നീ എന്നെ പേടിക്കുമ്പോൾ പലപ്പോഴും നിന്റെ കഴിവുകൾ നഷ്ടപ്പെട്ടു പോകും. ഞാൻ ഒരു വിലയിരുത്തൽ മാത്രമാണ്, ഒരു അവസാനമല്ല. അപ്പം ഇത് പരീക്ഷയായി അഭിരാം പരീക്ഷയോട് സംസാരിക്കുക. അഭിരാം തന്നെ പരീക്ഷയുടെ സ്ഥാനത്ത് മാറി. ഇനി നമുക്ക് ഇതേ പ്രോസസ്സ് പല രീതിയിൽ ചെയ്യാം, അതിനെക്കുറിച്ച് നമുക്ക് വരാം. ഇനി നോക്കാം, മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇതൊരു മൾട്ടി ചെയർ കോൺസെപ്റ്റാണ്. മൾട്ടി ചെയർ, 2 ചെയർ. ഇപ്പം ഇതുവരെ നമ്മൾ 2 ചെയറാണ് പറഞ്ഞത്, എം ടി ചെയർ. ഇനി നമ്മൾ 3 ചെയറാണ്. ഇവിടെ ഈ പറയുന്ന വ്യക്തി അമൃത എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്, അതോടൊപ്പം കോൺഫിഡൻസും ഫിയറും ഉണ്ട്. ഒരേ സമയത്ത് കോൺഫിഡൻസും ഫിയറും അമൃതയും തമ്മിലാണ് സംസാരിക്കുന്നത്. ആത്മവിശ്വാസവും ഭയവും അമൃതയും, ഈ 3 പേരാണ് ഇവിടെ. അപ്പം മൾട്ടി ചെയറാണ്, 3 ചെയർ ഇവിടെ ഉണ്ട്. അമൃതയ്ക്ക് പരീക്ഷ സമയത്ത് ഞാൻ പാസ്സാകുമോ എന്ന ഭയം, പരീക്ഷയോട് അടുക്കും തോറും ഈ സംശയം കൂടി കൂടി വരികയാണ്. ഇവിടെ നിന്ന് സംഭവിക്കുന്നത്, തെറാപ്പിസ്റ്റ് പറയുകയാണ്, അമൃതയെ, ഈ കസേരയിൽ ഇരിക്കുന്നത് നിന്റെ ഭയമാണ്, തൊട്ട് മുമ്പിലുള്ള കസേരയിൽ. മറ്റേ തൊട്ട് മുമ്പിൽ തന്നെ വേറൊരു കസേരയും കൊണ്ട്, ആ കസേരയിൽ ഇരിക്കുന്നതിൻ്റെ ആത്മവിശ്വാസമാണ്. ആദ്യം നീ ഭയത്തോട് സംസാരിക്കും, നിനക്ക് പറയാനുള്ളതെല്ലാം നീ ഭയത്തോട് പറയും. അപ്പം കൃത്യമായിട്ട് അമൃതയുടെ കസേരയിൽ നിന്ന് നേരെ ഫ്രണ്ടിലിരിക്കുന്ന ഭയമിരിക്കുന്ന കസേരയോട് സംസാരിക്കുകയാണ്. എന്താണ് സംസാരിക്കുന്നത്? ഭയമായിട്ട് അമൃത തന്നെ സംസാരിക്കുന്നു. നീ പരീക്ഷയിൽ തോൽക്കും, നീ പഠിച്ചതൊന്നും ഓർമ്മ വയ്ക്കില്ല, ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയില്ല, എല്ലാവരും നിന്നെ നോക്കിച്ചിരിക്കും. കോൺസെപ്റ്റ് സ്വല്പം വ്യത്യാസമുണ്ട്. ആദ്യം പരീക്ഷ വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്, പക്ഷെ ഇപ്പോൾ പരീക്ഷ പറയുന്നത് സ്വല്പം നെഗറ്റീവാണ്. ഡിഫറൻസ് നോക്കിക്കോളൂ. ആദ്യത്തെ കുട്ടി അവനവൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി പഠിക്കുന്നുണ്ട്, നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കുട്ടിയാണ്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് പോലും സംശയമില്ല, നീ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, കൃത്യമായി പഠിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, എന്നിട്ടും പേടിയാണ്. അപ്പോൾ പരീക്ഷ വളരെ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത്. ഇവിടെ മറ്റൊരു രീതിയിൽ സംസാരിക്കുന്നു. ഇവിടെ പരീക്ഷ പറയുന്നത്, അപ്പോൾ ഈ അമൃത എന്ന് പറയുന്ന കുട്ടിയെ സംബന്ധിച്ചോളം സ്വല്പം പഠനത്തിലും ഒക്കെ പുറകോട്ടാണ്, ആവശ്യത്തിന് വേണ്ട കെയർ കൊടുക്കുന്നില്ല. ഐ ആം റെസ്പോൺസിബിലിറ്റി, എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ തലം നോക്കുന്നില്ല. ഹിയർ ആൻഡ് നൗ എന്ന് പറയുന്ന ആ ടൈം, പ്രസന്റ് ടൈം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല, അല്ലേ? ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് നീ പരീക്ഷയിൽ തോൽക്കും, നീ പഠിച്ചതൊന്നും ഓർക്ക വയ്ക്കുന്നില്ല, ഒരു കുറ്റപ്പെടുത്തലായിട്ടാണ് പരീക്ഷ പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ തെറാപ്പിസ്റ്റ് വീണ്ടും പറയാണ്, ഇനി ആത്മവിശ്വാസത്തിൻ്റെ കസേരയിലേക്ക് ഒന്ന് മാറും, എന്നിട്ടൊന്ന് പറയും. അപ്പം ആദ്യം ആത്മവിശ്വാസത്തോട് പറയണം. അപ്പോൾ ആത്മവിശ്വാസത്തിൻ്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് ഈ പറയുന്ന അമൃത പറയുകയാണ്, തിരിച്ചു പറയുകയാണ്, ആത്മവിശ്വാസമായി അമൃത പറയുകയാണ്, അമൃത, നീ നന്നായി പഠിച്ചിട്ടുണ്ട്, ക്ലാസ്സിൽ നീ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു, എല്ലാ പരീക്ഷകൾക്കും നിനക്ക് നല്ല മാർക്കുണ്ട്,
നിനക്കറിയാവുന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം എഴുതുക. അങ്ങനെ വളരെ കൃത്യമായി നിനക്ക് പരീക്ഷ എഴുതാം. ഒരു പരീക്ഷയല്ലേ എൻ്റെ ജീവിതത്തെ നിർണ്ണയിക്കുന്നത്. മുന്നോട്ട് പോകാനല്ല, ഇപ്പോൾ ഈ 10 കഴിഞ്ഞാൽ 11ലേക്ക് എത്താനുള്ള ഒരു ചവിട്ടുപടിയല്ലേ, അതിനെന്തിനാ പേടിക്കുന്നത്? അപ്പോൾ ആത്മവിശ്വാസവും പരീക്ഷയും രണ്ട് സ്റ്റൈലിലാണ് പറഞ്ഞത്. ആദ്യത്തെ കേസ് പോലെയല്ല രണ്ടാമത്തെ കേസ്. ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരാം. അപ്പോൾ ഈ രീതിയിൽ എം ടി ചെയറിലിരുന്ന് ഒരേ വ്യക്തി തന്നെ, ഈ സ്റ്റുഡൻറ്റിന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ മൾട്ടി ചെയറാണ്. അമൃതയ്ക്ക് ആത്മവിശ്വാസമായിട്ടും തിരിച്ച് സംസാരിക്കാം, അതേസമയം ഭയമായിട്ട് സംസാരിക്കാം. അപ്പോൾ ഭയത്തെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ആത്മവിശ്വാസത്തിൻ്റെ തലമുള്ളത് കൊണ്ട് ആത്മവിശ്വാസം വളരെ കൃത്യമായിട്ട് അമൃതയായിട്ട് സംസാരിക്കുന്നു. അമൃത, നീ നന്നായി പഠിച്ചിട്ടുണ്ട്, ക്ലാസ് നീ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു, നിനക്ക് അറിയാവുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി, എല്ലാത്തിനും ന്യായമായ മാർക്കുകളുണ്ട്, ഇത് നിന്റെ ജീവിതത്തിൻ്റെ ഒരു ചവിട്ടുപടിയാണ്, കൃത്യമായിട്ട് പറയും. അപ്പം ഇങ്ങനെ ഒരു ഡയലോഗ് ഇവിടെ എല്ലാം സംഭവിക്കുന്നത്, നമ്മളുടെ തന്നെ ഫാക്കൽറ്റി പരീക്ഷ സമയത്ത് നമ്മളിൽ നിന്ന് സ്വല്പം അകന്നു പോകുന്ന ഈ ഫാക്കൽറ്റിയെ നമ്മളുടെ ഹോളിസത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ വേണ്ടി, ഗ്യാപ്പ് കുറയ്ക്കാൻ വേണ്ടി, കൃത്യമായി വെന്റിലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പം ഭയത്തെക്കുറിച്ചോ ആത്മവിശ്വാസത്തെക്കുറിച്ചോ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് വളരെ കൃത്യമായി അമൃതയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അമൃതയ്ക്ക് സംസാരിക്കാൻ സാധിക്കും. ഇനി വേണമെങ്കിൽ തെറാപ്പിസ്റ്റിന്റെ സഹായമില്ലാതെ തന്നെ അമൃതയ്ക്ക് വേണമെങ്കിൽ ഈ ഭയത്തോടും ആത്മവിശ്വാസത്തോടും കൂടുതൽ പോസിറ്റീവായിട്ട് സംസാരിക്കാൻ പറ്റും. ഒരു പക്ഷേ ഭയം സംസാരിക്കുമ്പോൾ അമൃതയ്ക്ക് അനുകൂലമായി സംസാരിപ്പിക്കാം. ഇങ്ങനെ പല രീതിയിൽ എം ടി ചെയറിലൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. മറ്റൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഇതിൻ്റെ ആ പാർട്ടിൽ ഫൈനൽ ഒരു കൺക്ലൂഷനും കൂടി തെറാപ്പിസ്റ്റ് പറയുന്നുണ്ട്. ഈ രണ്ട് ശബ്ദങ്ങളും കേട്ടു, ഭയത്തിൻ്റെയും കേട്ടു, ആത്മവിശ്വാസത്തിൻ്റെയും കേട്ടു. ഇതിൽ ഏത് ശബ്ദത്തോടു കൂടിയാണ് നീ, അല്ലെങ്കിൽ ഏതിനാണ് കൂടുതൽ ശക്തിയുള്ളത്, ഏതിനെയാണ് നീ വിശ്വസിക്കുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും അമൃത പറയുന്നത് ആത്മവിശ്വാസത്തിൻ്റെ ശബ്ദത്തെക്കുറിച്ചായിരിക്കും. അപ്പോൾ ആത്മവിശ്വാസത്തിൻ്റെ ശബ്ദം എൻ്റെ കൂടെയുണ്ട്, പരീക്ഷ എന്നെ കുറ്റപ്പെടുത്തിയാലും ആത്മവിശ്വാസം എന്നിലുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം. അപ്പോൾ ഫാക്കൽറ്റിയായിട്ട് കൂടുതൽ അടുപ്പം വന്നു ഭയം എന്ന ഫാക്കൽറ്റിയെ ആത്മവിശ്വാസത്തിൻ്റെ തലം കൊണ്ട് കുറയ്ക്കാനും സാധിക്കും. അപ്പം ഇങ്ങനെ എം ടി ചെയർ ടെക്നിക്കിലൂടെ അല്ലെങ്കിൽ 2 ചെയർ 3 ചെയർ ടെക്നിക്കിലൂടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരു എക്സാമ്പിൾ, ബോഡി അവയർനെസ് ഓഫ് ആങ്സൈറ്റി. ആങ്സൈറ്റി വരുമ്പോൾ എപ്പോഴും നമുക്ക് ശാരീരികമായ ചില പ്രശ്നങ്ങളുണ്ടാവും, അല്ലേ? ഇപ്പോൾ വിഷ്ണു എന്ന് പറഞ്ഞൊരു കുഞ്ഞിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത്. വിഷ്ണു പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ വയറുവേദനയും ഛർദിയും തലകറക്കവും എല്ലാം വരും. എന്ത് ചെയ്യണം? അപ്പോൾ തെറാപ്പിസ്റ്റ് ഒരു കമൻറ്റ് പറയുകയാണ്, വിഷ്ണു കണ്ണുകൾ അടയ്ക്കുക, ഒരു പരീക്ഷാ ഹോൾ സങ്കല്പിക്കുക, ഒരു വിഷ്വലൈസേഷൻ്റെ പാർട്ടാണ് വരുന്നത്. പരീക്ഷാ ഹോളൊന്ന് സങ്കല്പിക്കൂ. ഇവിടെ ഇരിക്കുമ്പോൾ നിന്റെ ശരീരത്തിൽ എവിടെയാണ് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കുക. വിഷ്വലൈസ് ചെയ്യാണ്. പരീക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, പുസ്തകം എടുക്കുമ്പോഴൊക്കെ ഈ പ്രശ്നം വരുവാണ്. അപ്പം തന്നെ വയറുവേദന വരും, തലകറക്കം വരുന്നു, അല്ലെങ്കിൽ അസ്വസ്ഥത വരുന്നു. എന്താണ് പ്രശ്നമെന്ന് കറക്റ്റായിട്ട് ആങ്സൈറ്റിയുടെ ശരീരത്തിൻ്റെ സെൻസേഷനാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ വിഷ്ണു കൃത്യമായിട്ട് പറയുന്നത്, എൻ്റെ വയറ്റിൽ ഒരു കല്ല് വെച്ചതുപോലെ എൻ്റെ നെഞ്ചിടിപ്പ് കൂടി വരുന്നു, കൈകൾ വിയർക്കുന്നു, തലയ്ക്ക് ചുറ്റും ഒരു മൂടലാണ്. ഇതെല്ലാം വിഷ്ണു കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു പക്ഷേ വിഷ്ണു ഇത് പറയാൻ പറ്റുന്നില്ലെങ്കിൽ തെറാപ്പിസ്റ്റിൻ്റെ പാർട്ടിൽ നിന്ന് വിഷ്ണുവിനെ കൊണ്ട് പറയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കൂടെ തെറാപ്പിസ്റ്റിനുണ്ട്. കുട്ടികൾക്ക് അത്ര ഈസി ആയിട്ട് പറയണമെന്നില്ല, അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിന് പറയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, അവർക്ക് എക്സാക്ട്ലി ഫീൽ ചെയ്യുന്ന രീതിയിൽ പക്ഷേ പ്രാവശ്യം ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. എന്നിട്ട് ചോദിച്ചിട്ട് അതിനെ കൃത്യമായിട്ട് പറയിപ്പിക്കേണ്ടി വരും. അപ്പോൾ തെറാപ്പിസ്റ്റ് പറയാണ്, ഈ കല്ലിനോട്, ഒരു വയറ്റിലിരിക്കുന്ന കല്ലാണ്, ഈ കല്ലിനോട് സംസാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും എം ടി ചെയറിൽ പോകണം. എം ടി ചെയറിൽ കല്ലിരിക്കുന്നതെന്ന് സങ്കല്പിക്കുക, എന്നിട്ട് കല്ലിനോട് സംസാരിക്കുക. അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, അത് പറയുന്നു, ഞാൻ നിന്റെ ഭയമാണ്, നീ പരീക്ഷയെ പേടിക്കുന്നു. ഞാൻ അപ്പോൾ ഇവിടെ എം ടി ചെയറിലിരുന്ന് വിഷ്ണു തിരിച്ചു പറയുന്നതായിട്ടാണ് പറയുന്നത്, ഞാൻ നിന്റെ ഭയമാണ്, നീ പരീക്ഷയെ പേടിക്കുന്നു, ഞാൻ നിന്നെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതാണ്. ഈ കല്ലെന്ന് പറയുന്നത് അത് നിന്റെ സംരക്ഷണത്തിൻ്റെ പാഠം, നിനക്ക് തോന്നുന്ന ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനൊരു തെറാപ്പിസ്റ്റോട് മറുപടി പറയുന്നത് ഇങ്ങനെയാണ്, ആ കല്ലിനോട് നന്ദി പറയൂ, നിന്റെ പതുക്കെ ആ കല്ല് ചെറുതാകുന്നു എന്ന് സങ്കല്പിക്കുക, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വളരെ ചെറുതായ കല്ല് പുറത്തേക്ക് പോകുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഇവിടെ അകത്തുള്ള കല്ലിനെ വിഷ്വലൈസേഷനിലൂടെ പതുക്കെ പതുക്കെ പുറത്തേക്ക് പോകുന്നതായിട്ട് ഫീൽ ചെയ്യുക, വളരെ ചെറുതാക്കി പുറത്തേക്ക് പോകുന്നതായി ഫീൽ ചെയ്യാം. എപ്പോഴും ഫീൽ ചെയ്താലും വരിക. അപ്പോൾ എപ്പോൾ കല്ലിൻ്റെ ഫീൽ വന്നാലും നമ്മൾ ഒരു നന്ദി പറയാം, പതുക്കെ പതുക്കെ ചെറുതാവുമെന്ന് സങ്കല്പിക്കുക, ശ്വാസം വിടുമ്പോൾ കല്ല് പുറത്തേക്ക് പോയി. ഇതുപോലത്തെ ഏതൊരു വികാരവും നമുക്കറിയാം പുറത്തേക്ക് പോകുന്നതായി എന്നൊക്കെ നമ്മൾ NLP-യിലൊക്കെ നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ വികാരങ്ങളെ ശിക്ഷ എന്നൊക്കെ പറയുന്ന മെക്കാനിസത്തിലൂടെ പുറത്തു വിടുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മെക്കാനിസവും ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റും. ദെൻ മറ്റൊരു എക്സാമ്പിൾ ഇതാണ്, പരാജയപ്പെട്ട പരീക്ഷയുമായി സംവാദം. കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷ തോറ്റുപോയി. ഇവിടെ കഥാപാത്രം നീരജാണ്. നീരജ് കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്ക് തോറ്റുപോയി. അപ്പം ഇനി എന്ത് ചെയ്യും? തീർച്ചയായിട്ടും ഈ പരീക്ഷയ്ക്കും ടെൻഷൻ ഉണ്ടാകുമെന്ന് ഉറപ്പാണല്ലോ. അപ്പോൾ നീരജ് ഈ പറയുന്ന പോലെ
തെറാപ്പിസ്റ്റ് പറയുകയാണ് നിന്റെ ഈ കസേരയിൽ കഴിഞ്ഞ തവണ നീ പരാജയപ്പെട്ട പരീക്ഷയാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ വർഷം നീ പരാജയപ്പെട്ട പരീക്ഷയാണ് നിന്റെ കസേരയുടെ മുമ്പിലിരിക്കുന്നത്, എം ടി ചെയറിലിരിക്കുന്നത്. അതിനോട് നീ സംസാരിക്കും. അതിനോട് നിനക്ക് എന്താണ് പറയാനുള്ളത് പറയും. അപ്പോൾ അവിടെ കൃത്യമായിട്ട് നീരജ് പറയുന്നത് എങ്ങനെയാണ്? നീരജ് എം ടി ചെയറിലിരിക്കുന്നു, എന്നിട്ട് പരീക്ഷയെ അഭിസംബോധന ചെയ്യുന്നു. പരീക്ഷയെ നീ എനിക്ക് വേദന തന്നു, ഇല്ലേ? തീർച്ചയായും ഞാൻ തോറ്റു. എൻ്റെ കുടുംബവും സുഹൃത്തുക്കളും എല്ലാവരും അറിഞ്ഞു, നാണക്കേടായി. ഇപ്പോഴും നിന്നെ ഓർക്കുമ്പോൾ എനിക്ക് പേടിയാണ്. ഇതാണ് നീരജ് പറയുന്നത്. അപ്പം എന്ത് ചെയ്യും? എം ടി ചെയറിനോട്, എം ടി ചെയർ പരീക്ഷ ഇരിക്കുന്നു, പരീക്ഷയോട് കൃത്യമായിട്ട് പറയുന്നു നീ എനിക്ക് വേദന നൽകും. കാരണം അതൊരു വലിയ വേദനയാണ്. കഴിഞ്ഞ പ്രാവശ്യം തോറ്റുപോയി. അപ്പോൾ ആ തോൽവിയുടെ ആ ഒരു വലിയ ഭാരം നമ്മുടെ മനസ്സിൽ നിൽക്കുകയാണ്. അപ്പം നീരജ് അവരുടെ ചെയറിലിരുന്ന് പരീക്ഷയോട് പറയുകയാണ്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, വലിയ നാണക്കേടായി പോയി, എനിക്കിപ്പോഴും പേടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും തെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി നീരജ് എം ടി ചെയറിലേക്ക് മാറിയിരിക്കുന്നു, പരീക്ഷയായി സംസാരിക്കുന്നു. അപ്പോൾ ഇവിടെ പരീക്ഷയായിട്ട് നീരജ് സംസാരിക്കുന്നത്, നീരജ് നീ അന്ന് തോറ്റു, പക്ഷെ അത് നിനക്ക് ജീവിതത്തിൻ്റെ അന്ത്യമായിരുന്നില്ല. അന്ന് നീ തോറ്റു. അതിനിപ്പോൾ എന്താ? അത് കഴിഞ്ഞ് എത്രയോ പരീക്ഷ നീ ജയിച്ചു, എത്രയോ ക്ലാസ് ടെസ്റ്റുകൾ ജയിച്ചു, നീ വീണ്ടും പഠിച്ചു. ഇപ്പോൾ നീ വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ പരീക്ഷ നിനക്ക് വലിയൊരു മാർഗനിർദ്ദേശമായി. ഇനി തോക്കരുത് എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്തം വന്നു. പൊതുവെ പഠിത്തത്തിൽ മെച്ചപ്പെട്ടു. ആ തോൽവി നിനക്കൊരു പാഠമായിരുന്നു. അതിൽ നിന്ന് നീ പഠിച്ചു. ഇത്തവണ നീ തീർച്ചയായിട്ടും ചെയ്യും. അപ്പോൾ വലിയ പാഠം വന്നു. അപ്പോൾ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് വന്നു. ആ എക്സ്പീരിയൻസിനെ പുതിയൊരു ചവിട്ടുപടിയായി കണ്ടു. അപ്പോൾ ഇങ്ങനെയാണ് നീരജ് തന്നെ പരീക്ഷയോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ എം ടി ചെയറിൽ ഇരുന്നു കൊണ്ട് പരീക്ഷ നീരജായി മാറി പറയുകയാണ്. അപ്പം ഇങ്ങനെ കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും. വേറെ എക്സാമ്പിളോടെ പറയാം. ഒരു ഒരു ഫ്യൂച്ചർ സെൽഫ് വിഷ്വലൈസേഷനാണ്. ഇവിടെ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് പരീക്ഷ കഴിഞ്ഞുള്ള ജീവിതത്തെക്കുറിച്ച് പേടിയാണ്. അയ്യോ, പരീക്ഷ കഴിയുന്ന കാര്യം എനിക്ക് ഓർക്കാനേ പറ്റുന്നില്ല. എന്തൊക്കെ സംഭവിക്കും എൻ്റെ ജീവിതത്തിൽ, അല്ലേ? പരീക്ഷ കഴിഞ്ഞ് ഞാൻ ജയിച്ചില്ലെങ്കിൽ എന്താവും? പരീക്ഷ റിസൾട്ട് വരുമ്പോൾ ഞാൻ എന്താവും? പരീക്ഷ എങ്ങനെയാവും? ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ പല കുട്ടികൾക്കും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഭാവിയിലുള്ള ആ സെൽഫിനെ കുറിച്ചുള്ള ഒരു ദൃശ്യവൽക്കരണമാണ് ഇവിടെ. അപ്പോൾ റീതുവിന് പരീക്ഷയെക്കുറിച്ചുള്ള ജീവിതത്തെക്കുറിച്ച്, പരീക്ഷ കഴിഞ്ഞുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? തെറാപ്പിസ്റ്റ് പറയുകയാണ്, റീതു കണ്ണുകൾ അടയ്ക്കൂ, പരീക്ഷ കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞുള്ള നിന്നെ ഒന്ന് സങ്കല്പിക്കൂ. പരീക്ഷ കഴിഞ്ഞ് ഒരു മാസം, അല്ലെങ്കിൽ റിസൾട്ട് കഴിഞ്ഞ്, പരീക്ഷ കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് റിസൾട്ട് വന്ന് നിന്നെ ഒന്ന് സങ്കല്പിക്കൂ. നീ എവിടെയാണ് ഇപ്പോൾ? നീ എന്തെടുക്കുന്നു? അപ്പോൾ തീർച്ചയായിട്ടും ഒരു ചെറിയ റിലാക്സേഷൻ ഒക്കെ കൊടുത്ത് കണ്ണുകൾ അടപ്പിച്ച് ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറയാം. വിഷ്വലൈസ് ചെയ്തു. വിഷ്വലൈസ് ചെയ്യുമ്പോൾ റിതു പറയുകയാണ്, ഞാൻ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ മുറ്റത്താണ്, പരീക്ഷയെ കഴിഞ്ഞ സന്തോഷത്തിലാണ്, എനിക്ക് വളരെ സമാധാനമായി. ഇതൊരു വിഷ്വലൈസേഷനാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതൊരു പുതിയ നീതുവാണ്, അല്ലേ? റീതുവാണ്. റീതു പരീക്ഷ കഴിഞ്ഞ് സന്തോഷത്തിലിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം ഈ സന്തോഷത്തിലിരിക്കുന്ന അവസ്ഥയിലുള്ള റീതുവിന് ഇപ്പോഴുള്ള റീതുവിനോട് സംസാരിക്കാൻ പറ്റും. ഈ ഭാവിയിലെ റീതു ഇപ്പോഴുള്ള റീതുവിനോട് എന്ത് പറയും? അപ്പോൾ ആ വിഷ്വലൈസ് ചെയ്ത് കിട്ടിയ റിസൾട്ട് കൃത്യമായിട്ട് നമുക്ക് ഈ പറഞ്ഞ എം ഡി ടെക്നിക്കിലൂടെ കൃത്യമായിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഭാവിയിലുള്ള വ്യക്തിയായി റീതു മാറുന്നു. റീതു തന്നെ മാറുന്നു. എന്നിട്ട് പറയാണ്, നീ പേടിക്കണ്ട, ഈ പരീക്ഷ എഴുതും, എല്ലാം കഴിയും, ഇതത്ര വലിയ കാര്യമൊന്നുമല്ല, നീ പറ്റുന്നത് പോലെയൊക്കെ ചെയ്യുക, ഞാനിവിടെ ഇരിപ്പുണ്ട്, എല്ലാം ഓക്കെയാണ്, ഒന്നും പേടിക്കാനില്ല. അപ്പോൾ തെറാപ്പിസ്റ്റ് പറയാണ്, ഈ വാക്കുകൾ മനസ്സിൽ സൂക്ഷിക്കുക, ഇതൊരു പോസിറ്റീവ് വേർഡ്സാണ്. നിന്റെ തന്നെ ഒരു മാസം അല്ലെങ്കിൽ പരീക്ഷ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വേർഷനാണ് ഇവിടെ സംസാരിച്ചത്. ഇത് നമ്മൾ ഒരു ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ പാർട്ടാണ്. വാക്കുകൾ മനസ്സിൽ സൂക്ഷിക്കുക, പരീക്ഷ എഴുതുമ്പോൾ ഈ വാക്കുകൾ എപ്പോഴും ഓർത്തിരിക്കുക. എന്ന് വെച്ചാൽ പരീക്ഷ കഴിയുമ്പോൾ, റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഞാൻ വളരെ സന്തോഷവാനാണ് എന്നുള്ള ഒരു പ്രീ അസംഷൻ കൃത്യമായിട്ട് മനസ്സിൽ ഒരു വിഷ്വലൈസേഷനിലൂടെ മുന്നോട്ട് പോവുക. ഇനി ചില കുട്ടികൾക്ക് പാഠപുസ്തകം വലിയൊരു പ്രശ്നമാണ്. പുസ്തകം കാണുമ്പോഴേ പേടിയാണ്, ബോറടിയാണ്, അടച്ചു വെക്കണം, ഒന്നും വായിക്കാൻ പറ്റുന്നില്ല. അത് കണ്ടാൽ തന്നെ എന്തോ ബാധിച്ച ഒരവസ്ഥയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ മുഹമ്മദ് എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ഒരു എക്സാമ്പിൾ പറയുന്നു. പാഠപുസ്തകം തുറക്കുമ്പോൾ തന്നെ ബോറടിയും ഭയവുമാണ്. അപ്പോൾ തെറാപ്പിസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മുഹമ്മദ്, ഈ കസേരയിൽ ഇരിക്കുന്നത് നിന്റെ പാഠപുസ്തകമാണ്. സമയത്ത് എം ടി ചെയറിലാണ് പുള്ളി മുഹമ്മദിൻ്റെ ചെയറിലിരിക്കുന്നത്. എം ടി ചെയറോടെ ഫ്രീ ആണ്, ഇവിടെ പാഠപുസ്തകം ഇരിക്കുന്നതായി സങ്കല്പിക്കുക. അതിനോട് നിനക്ക് എന്താണ് പറയാനുള്ളത്? ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും മുഹമ്മദ് പറയുന്നു, പുസ്തകമേ നീ വലുതും ഭാരമുള്ളതുമാണ്, നിന്നിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാനിതൊക്കെ എങ്ങനെയൊക്കെ പഠിക്കും? എനിക്ക് പേടിയാണ്, എപ്പോൾ ഞാൻ പുസ്തകം തുറന്നാലും പഠിക്കാത്ത ഭാഗം മാത്രമേ ഞാൻ കാണാറുള്ളൂ, പിന്നെ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? ഇതെല്ലാമാണ് മുഹമ്മദ് പറയുന്നത്. അപ്പോൾ തെറപ്പിസ്റ്റ് പറയുന്നു, എം ടി ചെയറിലേക്ക് മാറിയിരുന്ന് പുസ്തകമായി സംസാരിക്കൂ, പുസ്തകം സംസാരിക്കുന്നത് പോലെ സംസാരിക്കൂ. അപ്പോൾ പുസ്തകമായി സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ മുഹമ്മദിനോട് പുസ്തകം സംസാരിക്കുകയാണ്, മുഹമ്മദ്, ഞാൻ വലുതാണ്, പക്ഷെ ഞാൻ നിന്റെ സുഹൃത്താണ്, നീ എന്നെ ചെറിയ ചെറിയ ഭാഗങ്ങളായി വായിച്ചാൽ മതി,
ഒരു ദിവസം ഒരു 10 പേജ് വായിക്കുക. ഞാൻ നിനക്ക് അറിവ് തരും, നീ പേടിക്കേണ്ട, ധൈര്യമായിട്ട് എന്നെ ഉപയോഗിക്കും. ഇതുകൂടെ പുസ്തകം പറയുന്നുണ്ട്. നീ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ പുസ്തകത്തിന്റെ താളിലൊന്ന് കുറിക്കാൻ പാടില്ലേ, എഴുതുന്നതിന്റെ അടിയിലൊന്ന് വരച്ചിടാൻ പാടില്ലേ, 2 ടിക്ക് ഇടാൻ പാടില്ലേ, ചുമന്ന മഷി കൊണ്ട് ഒരു വരയിടാൻ പാടില്ലേ, ആ ഭാഗങ്ങളൊക്കെ നീ പഠിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പ് വരത്തില്ലേ, അപ്പൊ ഞാനും നീയും തമ്മിൽ ഒരു കണക്ഷൻ വരത്തില്ലേ. ഇതൊക്കെ പുസ്തകത്തിന് സംസാരിക്കാം. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് പുസ്തകത്തിന് എന്താണ്, മുഹമ്മദുമായിട്ടുള്ള കണക്ഷൻ കൂടി. മുഹമ്മദിന് പുസ്തകത്തെ പഠിക്കേണ്ട കാര്യമില്ല, പഠിക്കുന്ന കാര്യങ്ങളെല്ലാം കുറിച്ച് വയ്ക്കുന്നു. ഇനി എനിക്ക് പഠിക്കാനുള്ള ഇൻഡ്യൂട്ട് വയ്ക്കുന്നു, അല്ലാതൊക്കെ പഠിച്ചതൊക്കെ കറക്റ്റായിട്ട് ടിക്ക് ചെയ്ത് വയ്ക്കുന്നു. പുസ്തകവും മുഹമ്മദുമായിട്ടുള്ള കണക്ഷൻ ഇമ്പ്രൂവ് ചെയ്തു മുന്നോട്ട് പോകാൻ പറ്റും. ഇതെല്ലാം ആരാണ്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ തലമാണ്. കുട്ടികളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു പോസിറ്റീവ് ഓറിയന്റേഷനിലേക്ക് മാറുമ്പോൾ ഈ പറയുന്ന എക്സ്റ്റേണൽ ആയിട്ട് നിൽക്കുന്ന ഈ ഫാക്കൽറ്റി, നമ്മുടെ ആ സോളിസത്തിൽ നിന്ന് സ്വല്പം വിട്ടു നിൽക്കുന്ന ഈ ഫാക്കൽറ്റിയെ കൃത്യമായിട്ട് നമുക്ക് ചേർത്ത് വയ്ക്കാൻ സാധിക്കും. ഇനി സാധാരണ വരുന്ന മറ്റൊരു പ്രോബ്ലമാണ് ഓർമ്മ പോകുന്ന ഒരു ഭയം. ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് എപ്പോഴും എല്ലാവരും പറയാറുണ്ട് അല്ലേ. ഇവിടെ പാർവതി എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്, പരീക്ഷ ഹാളിൽ ഇരിക്കുമ്പോൾ പഠിച്ചതെല്ലാം മറക്കും. പൊതുവെ അങ്ങനെയാണ്. പിന്നെ കുറച്ച് സമയം എടുക്കും ഒന്ന് തിരിച്ചു വരാൻ. അപ്പോൾ ഇവിടെ തെറാപ്പിസ്റ്റ് കൃത്യമായിട്ട് പാർവതിക്ക് ചില നിർദ്ദേശമാണ്. പാർവതി കണ്ണുകൾ അടയ്ക്കുക, വീണ്ടും വിഷ്വലൈസ് ചെയ്യാൻ പറയാണ്. പരീക്ഷ ഹാളിൽ ഇരിക്കുന്നതായിട്ട് അസ്യൂം ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ ചോദ്യം ഒന്ന് കാണുക, അതിൻ്റെ ഉത്തരം അറിയാം. പക്ഷെ എന്ത് സംഭവിച്ചു? പെട്ടെന്ന് ഓർമ്മ പോകുന്നു. ആ നിമിഷത്തിൽ എൻ്റെ ശരീരം, നിന്റെ ശരീരത്തിൽ എന്താണെന്ന് തോന്നുന്നത്, എന്താണ് ശരീരം ഫീൽ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് നിശ്ചയിക്കുക. അപ്പോൾ ശരിക്കും നമ്മൾ ഒരു ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ നടക്കുകയാണ്. പരീക്ഷാ ഹോൾ ഇപ്പോഴേ കാണുന്നു. ആ പരീക്ഷാ ഹോള് കാണുക എന്ന് പറയുന്നതിന് വളരെ പോസിറ്റീവായിട്ട് കാര്യമാണ്. പരീക്ഷാ ഹോള് കാണുന്നു, എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നു, എല്ലാ ക്വസ്റ്റ്യൻസും എനിക്ക് അറിയാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം കാണുന്നു, അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, ഇവിടെ നോക്കുക, കണ്ണുകൾ അടയ്ക്കുന്നു, പരീക്ഷ ഹാളിൽ ഇരിക്കുന്നതായി കാണുന്നു, ചോദ്യം കാണുന്നു, ഉത്തരം അറിയാം, പെട്ടെന്ന് ഓർമ്മ പോകുന്നതായിട്ട് തോന്നുന്നു. ഈ നിമിഷത്തിൽ ശരീരം എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ റെസ്പോൺസ് എപ്പോഴും കാണും, ശരീരത്തിൻ്റെ ഒരു സെൻസേഷൻസ് എപ്പോഴും കാണും. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ പാർവതി പറയുന്നതിൻ്റെ തലക്കുള്ളിലൊരു ശൂന്യത, എൻ്റെ നെഞ്ച് ഇടിപ്പ് കൂടുന്നു, ഞാൻ ആകെ പരിഭ്രമിക്കുന്നു. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണ്? ഒരു വലിയ പരിഭ്രമം വരികയാണ്. ഒരു പരിഭ്രമമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പരിഭ്രമത്തിനോട് സംസാരിക്കും, അല്ലെങ്കിൽ ആ നെഞ്ചിരിപ്പോട് സംസാരിക്കും, അല്ലെങ്കിൽ ശൂന്യതയോട് സംസാരിക്കും, എന്തിനു വേണ്ടി സംസാരിക്കും. സോ നീ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ പാർവതി കൃത്യമായിട്ട് പരിഭ്രമത്തോട് ചോദിക്കുന്നത്, പരിഭ്രമം, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഞാനെല്ലാം പഠിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ആദ്യത്തെ ക്വസ്റ്റ്യനും എനിക്ക് അറിയാം, പക്ഷെ എഴുതാൻ വരുമ്പോൾ എനിക്ക് ഓർമ്മയില്ല, ഞാൻ പഠിച്ചതെല്ലാം മറന്നുപോയി, എന്താണ് അതിൻ്റെ കാരണം? അപ്പോൾ വീണ്ടും എം ടി ചെയറിലിരുന്ന് പാർവതി പരിഭ്രമമായി തിരിച്ച് പറയാം, പരിഭ്രമത്തിൻ്റെ ആ വാക്കുകളിലൂടെ സംസാരിക്കുകയാണ്. ഞാൻ വരുന്നത് നിന്നെ സംരക്ഷിക്കാനാണ്, പക്ഷെ ഞാൻ നിനക്ക് ദോഷം ചെയ്യുന്നില്ല, എന്നെ വിട്ടയച്ചാൽ മതി. എപ്പോഴും ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ എന്ന് എന്നെ ചെക്ക് ചെയ്യാൻ വരണ്ട, നിന്റെ ഡ്യൂട്ടി നീ ചെയ്യൂ, നീ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി, ഓർമ്മയൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം, എന്നെ ഒന്ന് വിട്ടാൽ മതി. ഓർമ്മയില്ല 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 എന്ന് പറഞ്ഞ് എന്നെ അപമാനിക്കാതെ. ഓർമ്മയുണ്ട്, അങ്ങനെ ഒരു ആങ്സൈറ്റി കൊടുക്കാതെ നീ പഠിക്കൂ, നീ കൃത്യമായി പഠിക്കൂ, എഴുതി പഠിക്കൂ, വായിച്ച് പഠിക്കൂ. ആ പഠിക്കുന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും എന്തുണ്ട്, ഓർമ്മ ഞാൻ വന്നോളൂ. പക്ഷേ ഓർമ്മയില്ല ഓർമ്മയില്ല എന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തരുത്. കുറ്റപ്പെടുത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഫാക്കൽറ്റിക്ക് ചെറിയ ഒരു നാണക്കേടുണ്ടാകും, പ്രശ്നമുണ്ടാകും. അങ്ങനെ വരരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും പറയാണ്, അടുത്തൊരു ശ്വാസം എടുക്കും. ശ്വാസം വിടുമ്പോൾ പരിഭ്രമത്തെ നമ്മൾ ആദ്യം കല്ലിനെ പുറത്ത് വിട്ട പോലെ പതുക്കെ പുറത്തേക്ക് വിടും, ഓർമ്മ തന്നെ തിരിച്ചു വരും. പരിഭ്രമത്തെ പുറത്തേക്ക് വിട്ടാൽ ഓർമ്മ തിരിച്ചു വരും. അപ്പൊ ശ്വാസം എടുക്കുകയും വിടുകയും നമ്മൾ അറിയാതെ ചെയ്യുന്ന പ്രോസസ്സാണ്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞ് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കൂടെ പരിഭ്രമവും കൂടെ പോകുന്നതായിട്ട് സങ്കല്പിക്കുക. സോ ഓർമ്മ ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ചു വരും. അപ്പൊ ഇങ്ങനെയുള്ള ഈ ടെക്നിക്സ് എല്ലാം ഉപയോഗിക്കാം. ഇനി ഒരു ജനറൽ നിർദ്ദേശങ്ങൾ മാത്രം ഒന്ന് പറയാം. പരീക്ഷാ ഭീതിക്കുള്ള പ്രധാനപ്പെട്ട ചില പാഠങ്ങളാണ്. അതൊന്ന്, ഫിയർ ഈസ് നോർമൽ. പരീക്ഷാ ഭീതി സ്വാഭാവികമാണ്, അതിനെ അംഗീകരിക്കുക, പക്ഷെ അത് നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. അങ്ങനെ നിയന്ത്രിക്കുന്നു എന്ന് തോന്നിയാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എം ടി ചെയറിലേക്ക് വരിക, പേടിയെ കറക്റ്റായിട്ട് ഒരു കോൺവെർസേഷൻ കൊടുക്കുക, നമ്മുടെ ഫാക്കൽറ്റി ആണെന്നും എന്നെ ഉപദ്രവിക്കരുതെന്നും ആ കണക്ടിവിറ്റി, യൂണിറ്റി, ഹോളിസം നിലനിർത്താനുള്ള പ്രോസസ്സുകൾ ചെയ്യുക. ഇത് സബ് കോൺഷ്യസ് ലെവലിലാണ് ചെയ്യുന്നത്. പല പ്രാവശ്യം ചെയ്യുമ്പോൾ ഇതൊരു പ്രാക്ടീസ് ആകും. അത് പരീക്ഷ പേടിയൊക്കെ സ്വാഭാവികമാണ്, അതൊക്കെ വരും. പരീക്ഷയാകുമ്പോൾ ഞാനിതെല്ലാം ശരിയാക്കും എന്നൊരു കോൺഫിഡൻസ്. ബോഡി അവയർനെസ്, ഭീതി ശരീരത്തിൽ എവിടെയാണ്? ശ്വാസോച്ഛ്വാസത്തിൽ പുറത്തുവിടുക. ഇപ്പം നമ്മൾ പരിഭ്രമം വന്നു, അല്ലെങ്കിൽ ഒരു കല്ല് വെച്ചിരിക്കുന്നു, പുറത്തേക്ക് വിട്ടുള്ളൂ, ശ്വാസത്തിൻ്റെ കൂടെ അതും കൂടെ പൊക്കോട്ടെ.
അനുവദിക്കണം പോകാൻ. നമ്മൾ കറക്റ്റ് കോൺഷ്യസ് ആയിട്ട് ചെയ്യണം. ശ്വാസം കോൺഷ്യസ് ആയിട്ടല്ല ചെയ്യുന്നത്. ശ്വാസത്തിലൂടെ അത് പുറത്തേക്ക് പോകട്ടെ. സംസാരിക്കാം, പറയാം, മനസ്സിൽ കരുതാം, പറയുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ അതിൻ്റെ കൂടെ പൊക്കോളും. എഗെയിൻ സെൽഫ് ടോക്ക് മാറ്റേഴ്സ്. എനിക്ക് പറ്റില്ല, എനിക്ക് കഴിവില്ല എന്ന് പറയുന്നതിന് പകരം ഞാൻ തീർച്ചയായിട്ടും ശ്രമിക്കും, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്യും, പരീക്ഷ ഞാൻ എഴുതും, ഞാൻ ജയിച്ചിരിക്കും. ഇങ്ങനെ പറയുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു എം ടി ചെയറിലേക്ക് പോകേണ്ട കാര്യമില്ല. എഗെയിൻ പ്രസന്റ് മൊമെന്റ് ഫോക്കസ്. തോൽക്കുമോ എന്ന അതൊരു ഭാവി ചിന്തയാണ്. അതിന് പകരം ഹിയർ ആൻഡ് നൗ, പ്രസന്റ് ടൈമിലേക്ക് വരിക. ഈ പ്രസന്റ് ടൈമിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ശ്രദ്ധയോടെ പഠിക്കുക, എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുക, പഠിത്തത്തിനുള്ള സൂത്രവിദ്യകളൊക്കെ ഉപയോഗിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ നിമിഷത്തെ നഷ്ടപ്പെടുത്താതിരിക്കുക. ഈ നിമിഷം ഇനി ഒരിക്കലും കിട്ടത്തില്ല. അടുത്ത ബ്രേക്ക് ഡൗൺ ടെസ്റ്റ്. വലിയ പാഠപുസ്തകത്തിൽ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഉപയോഗിക്കുക, ഓരോ ചെറിയ ലക്ഷ്യം വയ്ക്കുക. നമ്മൾ പറഞ്ഞ പുസ്തകം പറഞ്ഞായിരുന്നു, നമ്മളൊരു കണക്ഷൻ വേണം. എന്ത് ചെയ്യണം? ടിക്ക് ചെയ്ത് പോകും. പഠിച്ചതൊക്കെ ഒന്ന് അടി വരയിട്, ടിക്ക് ചെയ്യുക. ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു, രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു എന്ന് പുസ്തകമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കുക. പുസ്തകം നോക്കുമ്പോൾ തന്നെ ഞാനിത് പഠിച്ചു, ഇതെനിക്ക് ഓക്കെ, അറിയാൻ പാടില്ലാത്ത ഭാഗം ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ക്ലിയർ ചെയ്തു. ഇങ്ങനെ പുസ്തകവുമായിട്ട് ഒരു ഒരു എന്താ പറയുക, ഒരു റാപ്പോ ഡെവലപ്പ് ചെയ്യുമ്പോൾ പുസ്തകം നോക്കാനൊക്കെ ഒരു താല്പര്യം വരും. അപ്പം ഇങ്ങനെ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യാം. ദെൻ പേരൻ്റൽ എക്സ്പെക്ടേഷൻ, ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മാതാപിതാക്കളുടെ പ്രതീക്ഷകൾ. ഒന്നും ചെയ്യേണ്ട, തുറന്ന് സംസാരിക്കുക. എനിക്ക് സെക്കൻഡ് ക്ലാസ് കിട്ടും, ഫസ്റ്റ് ക്ലാസ് കിട്ടും, അല്ലെങ്കിൽ A+ കിട്ടും, നോ പ്രോബ്ലം. നിങ്ങൾ അതിനെക്കുറിച്ച് വറീഡ് ആകണ്ട. പരീക്ഷ കഴിയുമ്പോൾ കിട്ടിയില്ലെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. എൻ്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ നിങ്ങളെയാണ്, അല്ലെ, മാതാപിതാക്കൾ കുട്ടികളെയാണ് സ്നേഹിക്കുന്നത്, മാർക്കിനെ അല്ല. പക്ഷെ ആ മാർക്ക് മേടിക്കണമെന്നുള്ള ആഗ്രഹം വരുമ്പോൾ ചിലപ്പോൾ തിരിഞ്ഞ് ചിന്തിച്ചു പോകാം, അത്രയേ ഉള്ളൂ. പക്ഷെ അവരെപ്പോഴും സ്നേഹിക്കുന്ന കുട്ടികളെയാണ്. ദെൻ പിയർ കമ്പാരിസൺ ഈസ് ടോക്സിക്. മറ്റുള്ളവർ അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ടുള്ള താരതമ്യ പഠനം. പ്രത്യേകം പറഞ്ഞ ക്ലാസ്സുകൾ പറഞ്ഞു, പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് കൂട്ടുകാരോട് സംസാരിക്കേണ്ട, നേരെ പോയി പരീക്ഷ എഴുതിയാൽ മതി. അയ്യോ അത് പഠിച്ചു, ഇത് പഠിച്ചു, നീ ഇത് പഠിച്ചോടാന്ന് ചോദിക്കുമ്പോഴായിരിക്കും നമ്മൾ ആ പാനിക്കായി പോകും. അത് വരരുത്. അപ്പോൾ അതിൻ്റെ കഴിവ്, ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ്. ചിലർ വളരെ വിദഗ്ധമായിട്ട് എഴുതും, ചിലവർ കറക്റ്റ് പഠിച്ചെഴുതും, അങ്ങനെ പല രീതിയിൽ എഴുതാം. ഓക്കെ, അതിനുള്ള ടെക്സ്റ്റ് ഉപയോഗിക്കുക. പക്ഷേ പിയർ കമ്പാരിസൺ ഒപ്പം നല്ലതാണ്. ദെൻ വിഷ്വലൈസേഷൻ ഹെൽപ്സ്. പരീക്ഷ ഹോൾ, വിജയം, പരീക്ഷാനന്തര സന്തോഷം, ഇതെല്ലാം ദൃശ്യവൽക്കരിക്കാം. ഇതെല്ലാം കൃത്യമായിട്ട് ക്രിയേറ്റീവ് വിഷ്വലൈസേഷനിലൂടെ പോകാം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന എം ടി ചെയറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ പ്രാവശ്യം എം ടി ചെയറിലൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് വെന്റിലേറ്റ്, പരീക്ഷ പേടിയാണെന്നുള്ള ആ പ്രോബ്ലത്തെ കൃത്യമായിട്ട് വെന്റിലേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം. അതേപോലെ തന്നെ പരീക്ഷയുടെ ആങ്സൈറ്റി, അത് ബോഡി സെൻസേഷനായിട്ട് വരുന്നത്, സെൻസേഷനെ ഒന്ന് പുറത്തേക്ക് വിടാനുള്ള ഒരു ശ്വാസത്തിൻ്റെ ആനുകൂല്യം, ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പം എക്സാമിനേഷൻ മാത്രമല്ല, നമുക്ക് ഒരു വ്യക്തിയുമായിട്ട് ഒരു പിണക്കമുണ്ട്, പരാതിയുണ്ട്, വ്യക്തിയോട് തുറന്ന് പറയാൻ പറ്റുന്നില്ല, അവിടെ എല്ലാം നമുക്ക് പഞ്ചിങ് ടെക്നിക്ക് എന്നൊക്കെ പറയുന്ന ടെക്നിക്ക് പറയുന്ന പോലെ, പഞ്ച് ചെയ്യുന്ന പോലെ, ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ആ വ്യക്തിയെ ഈ പറയുന്ന സീറ്റിലിരുത്താം, എം ടി ചെയറിൽ ഇരുത്തിയിട്ട് അവർക്ക് പറയാനുള്ള എല്ലാം പറയാം. എന്നിട്ട് ആ വ്യക്തി പറയേണ്ടത് നമ്മൾ തിരിച്ചു പറയാം. അപ്പം നമ്മൾ ആ ഗ്യാപ്പ് കുറയും. ഓ, ഇങ്ങനെയും ഒരു രീതി ഉണ്ടല്ലേ, അല്ലെ ഇങ്ങനെയും തോന്നാമല്ലേ എന്ന് പറയാം. ഗ്രീഫ്, സങ്കടം, നമുക്ക് കൃത്യമായിട്ട് ഫൊർഗീവ് ചെയ്യാൻ പറ്റുന്നില്ല, ഇവിടെ എല്ലാം ചെയ്യണം. ഗ്രീഫ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഇതാണ്, നമ്മുടെ ഇന്ന് ഒരാൾ വിട്ടുപോയി, ഏറ്റവും പ്രിയപ്പെട്ടവരെ വിട്ടുപോയി നമുക്ക് വേണ്ട രീതിയിൽ പരിഗണിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റിയില്ല, ആശുപത്രി കൊണ്ടുപോകാൻ പറ്റിയില്ല. ഇതിനൊക്കെയുള്ള പല സാഹചര്യങ്ങളിലും അതിഭയങ്കരമായ വേദന ഉള്ള വ്യക്തിയോട് സംസാരിക്കുക, അല്ലെ, അമ്മയെ അല്ലെങ്കിൽ അച്ഛനെ അല്ലെങ്കിൽ സഹോദരങ്ങളെ ആരെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു. ഒരു ചെറിയ ഇടപെടൽ നമ്മൾ നടത്തിയിരുന്നെങ്കിൽ അവർ നഷ്ടപ്പെടത്തില്ലായിരുന്നു എന്ന് തോന്നുന്നതിൽ നീറിക്കറിയുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് എം ടി ചെയർ വളരെ പ്രയോജനകരമാണ്. എന്താണ്? നമ്മുടെ മുമ്പിൽ ആ വ്യക്തിയെ ഇരുത്തുക. ആ വ്യക്തി നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ ആ വ്യക്തിയെ ഇരുത്താം, ചോദിക്കാം, എന്താണ് അമ്മ അല്ലെങ്കിൽ അച്ഛൻ, ആ വ്യക്തി എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ അവരെന്തായിരിക്കും പറയുന്നത്? നീ സന്തോഷമായിട്ടിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു കൺസോൾ, നീ സന്തോഷമായിട്ട് ഇരിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഞാൻ മുകളിൽ നിന്നതൊക്കെ കാണുകയാണ്, നീ ഇങ്ങനെ സങ്കടപ്പെടുന്നു, എന്നെക്കുറിച്ച് ഓർത്ത് എന്തിനാ സങ്കടപ്പെടുന്നത്? എനിക്ക് എൻ്റെ സമയമായി, ഞാൻ പോയി, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. അതിൻ്റെ ആ റിസോഴ്സ് ഉപയോഗിച്ച് സന്തോഷത്തോടെ നിനക്കുള്ള ആ വ്യക്തികളെ എല്ലാം സന്തോഷത്തോടെ നോക്കി, എന്നെക്കുറിച്ച് എന്തിനാണ് സങ്കടപ്പെടുന്നത്? ഞാനിവിടെ ഹാപ്പിയാണ്, ഞാനിപ്പം ഈ പറഞ്ഞ പോലെ സ്വർഗത്തിലാണ്, അല്ലെങ്കിൽ ഏറ്റവും മഹനീയമായ സ്ഥലത്താണ് നിൽക്കുന്നത്, പിന്നെ എന്തിന് എന്നെക്കുറിച്ച് ഭയപ്പെടണം എന്ന് ചോദിച്ച് ഒരു കൺസലേഷൻ കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പെയിൻ റിലാക്സ് ആവും, കൃത്യമായിട്ട് വെന്റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തിനാണ് ഇത് പറ്റാത്തത്? എല്ലാ പ്രോസസ്സുകളും പറ്റും. നമുക്ക് നേരിട്ട് പറയാൻ പറ്റാത്ത ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു സീനിയർ ആ വ്യക്തിയെ കൊണ്ട് കസേരയിൽ ഇരുത്തു, എന്നിട്ട് സംസാരിക്കും അദ്ദേഹത്തോട്. അപ്പോൾ അദ്ദേഹം പറയും, പ്രിയ സുഹൃത്തെ, എൻ്റെ അവസ്ഥ ഒന്ന് അറിയാമോ? ഇതിനേക്കാളും മോശമായൊരു അവസ്ഥയാണ്, ഇതിനേക്കാളും കൂടുതൽ വഴക്കാണ് എനിക്ക് മുകളിൽ നിന്ന് കിട്ടുന്നത്, എൻ്റെ വഴക്ക് ഞാൻ ആരോടെങ്കിലും പറയണ്ടേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് എന്ന് ആ വ്യക്തി നമ്മളോട് സംസാരിക്കുമ്പോൾ
ഓ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെ ആ വ്യക്തിയുമായിട്ടുള്ള ആ ഗ്യാപ്പ് കുറയും, പ്രശ്നങ്ങൾ തീരും, ഒരു രമ്യതയിലേക്ക് വരാം. വിവാഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സ്പൗസുകൾ തമ്മിലിടയിലുള്ള ആ, അച്ഛനും കുട്ടിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇവിടെ എല്ലായിടത്തും ഫ്രണ്ട്സുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇവിടെ എല്ലാം ഈ എം ടി ചെയർ എന്ന് പറയുന്ന ഈ ടെക്നിക്ക് വളരെ ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ഈ ടെക്നിക്സ് ഉപയോഗിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഈ റിസോഴ്സിനെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ കൗണ്ടർ പാർട്ടിനെ നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റും, കൃത്യമായിട്ട് ചേർത്ത് അടുപ്പിക്കാൻ പറ്റും, ആ ഗ്യാപ്പ് കുറയ്ക്കാൻ പറ്റും, നമ്മുടെ മനസ്സിലുള്ള എല്ലാം വെന്റിലേറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഗ്രീഫും നമ്മളുടെ കമ്പാഷനും നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡും എല്ലാം എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതിലൂടെ നമ്മൾ തന്നെയാണ് അവരുടെ ഭാഗം പറയുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വേർഷൻ, നമ്മൾ പരീക്ഷയെക്കുറിച്ച് പരീക്ഷ പറയുന്നത് നെഗറ്റീവായിട്ടും പറയാം, പോസിറ്റീവായിട്ടും പറയാം. അത് നമ്മുടെ വേർഷനാണ്. പറ്റുന്നില്ലെങ്കിൽ തിരിച്ച് പറഞ്ഞോണം. ഏതിനാണ് കൂടുതൽ പവർഫുൾ, എങ്ങനെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പവർഫുൾ ആകുന്നത്? കോൺഷ്യസ് മൈൻഡിൻ്റെ പവറിൻ്റെ ഒന്നും ആവശ്യമില്ല, സബ് കോൺഷ്യസ് മൈൻഡ് പവറിൻ്റെ ആവശ്യമുണ്ട്. കാരണം അത് സ്വല്പം പ്രശ്നത്തിലാണ്. കാരണം പരീക്ഷാ സമയമാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, 3 മാസം ആകുമ്പോഴത്തേക്ക് ആകെ ടെൻഷനിലായി അല്ലേ? ആ സമയത്ത് ഇവരൊക്കെ ഇങ്ങനെ അകന്നകന്ന് നിൽക്കും. നമുക്ക് സാധാരണ 2 കൈയും 2 കാലും ഉള്ളെങ്കിലും ഇഷ്ടംപോലെ എക്സ്റ്റേണൽ ഡിവൈസസ് ഇങ്ങനെ പുറത്ത് വരും. എല്ലാ ഫാക്കൽറ്റികളും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് നമുക്ക് വേണ്ടി. അപ്പം അതിനെയൊക്കെ നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ ഈ ടെക്നിക്സിലൂടെ പോകാം. അപ്പോൾ എക്സാം മാത്രമല്ല, ഏത് തലത്തിലും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഈ തെറാപ്പി വെച്ച് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ പറയാം. സോ താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ, മോഹൻലാൽ സാർ തുടങ്ങിക്കോളൂ. ഓക്കെ ഓക്കെ സാബു സാർ, വളരെ ഗ്രാൻഡായി, വളരെ നല്ല രീതിയിൽ ഗസ്റ്റാൾ തെറാപ്പി എന്താണെന്ന് എക്സാം ഫിയർ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവിടെ വരും. സാബു സാറ് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. സാബു സാറ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ട്രെയിനറാണ്, അതോടൊപ്പം തന്നെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ വളരെയധികം ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടത്തുന്ന ആളാണ്. സ്വാഭാവികമായും നമ്മൾ അതത്ര മനോഹരമായിട്ട് ആ ഒരു വളരെ ലളിതമായിട്ടും ഇത് അവതരിപ്പിക്കാൻ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അതിനുള്ള പ്രാക്ടിക്കൽ എക്സാമ്പിൾ അടക്കം വെച്ചുകൊണ്ടുള്ള എക്സാം ഫിയറിൽ നമ്മളിങ്ങനെ എം ടി ചെയർ ടെക്നിക്കൊക്കെ വളരെ കൃത്യമായിട്ട് രീതിയിൽ ഇത് നമ്മുടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ 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 ഈ ഒരു സമയത്ത് നമ്മുടെ ആളുകൾക്ക് നമ്മുടെ ഇപ്പോൾ നിർജ്ജനിയൊക്കെ നടത്തുന്ന സമയത്ത് നമ്മുടെ കൗൺസിലേഴ്സിനൊക്കെ വളരെയധികം ഉപയോഗപ്രദമായ ഒരു രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഇവിടെ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. നമുക്കറിയുന്ന പോലെ തന്നെ ഇത് മനുഷ്യന്റെ ഇപ്പോൾ നടക്കുന്ന ഹിയർ ആൻഡ് നൗ എക്സ്പീരിയൻസ് ആണല്ലോ നമ്മുടെ ഇതിൽ കാണുന്നത്. സ്വന്തം വികാരങ്ങളെ തിരിച്ചറിയുക, ബോധവൽക്കരണം, ഇതെല്ലാം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സൈക്കോതെറാപ്പിയാണ് ഗസ്റ്റാൾ തെറാപ്പി എന്ന് സാർ ഇവിടെ വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് ഒരു വ്യക്തി തന്റെ വികാരങ്ങള്, ചിന്തകള്, ശരീര പ്രതികരണങ്ങളൊക്കെ എല്ലാം ഒരുമിച്ച് തിരിച്ചറിയണം എന്നുള്ള ഒരു അന്തസത്ത ഇതിലൂടെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. പഴയതോ ഭാവിയിലോ മാത്രം ചിന്തിക്കാതെ ഇപ്പോഴത്തെ അനുഭവം മാത്രം ശ്രദ്ധിക്കുക. ഒരു മൈൻഡ്ഫുൾനെസ്സും കൂടി അതിന് ഏഡ് ചെയ്ത് വരുന്നുണ്ട്. ആക്ച്വലി പ്രസന്റ് മൂവ്മെന്റിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് ജീവിക്കേണ്ടതും. നമ്മളെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും അങ്ങനെ തന്നെയാണ്. നമ്മൾ പാസ്റ്റിനെ പറ്റി ചിന്തിക്കുക, ഫ്യൂച്ചറിനെ പറ്റി ആങ്സൈറ്റി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ ഏത് സൈക്കോതെറാപ്പിയിലായാലും ഏത് തരം തെറാപ്പിയിലായാലും നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് നിൽക്കാനായാലും നമ്മൾ പലപ്പോഴും നമ്മളെ ക്ലയൻസിനെ പ്രേരിപ്പിക്കാറുണ്ട്. പലപ്പോഴും ഒരുപാട് മനസ്സിനുണ്ടാവുന്ന പ്രയാസങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ ഈ വെന്റിലേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ. എം ടി ചെയർ ടെക്നിക്ക് അല്ലാതെ തന്നെ നമുക്ക് പലപ്പോഴും നമുക്ക് അനുഭവം ഉണ്ടാവും. നമ്മളിപ്പോൾ ചില കേസിലൊക്കെ നമ്മൾ ആ മുമ്പിലിരിക്കുന്ന ക്ലയന്റിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ക്ലയന്റിനെ ഒരു ചിലപ്പം ഫാമിലി തെറാപ്പിയിലൊക്കെ നമുക്ക് എപ്പോഴും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. ഹസ്ബൻഡിനോട് ഭയങ്കര ദേഷ്യമുള്ള ഒരു ലേഡി വന്നിട്ട്, ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ഒരിക്കലും എന്താ പറയുക, ഇറിറ്റേഷൻ ആണ് ഇപ്പോൾ. അദ്ദേഹം എന്ന് പറഞ്ഞാല് ഒരിക്കലും ഈ ലേഡിയെ ഒരു ഫ്രീഡം കൊടുക്കാതെ ഇങ്ങനെ അത് ഇങ്ങനെ എന്താ പറയാ, ഒരു ഭയങ്കര ബൗണ്ട് സെറ്റ് ചെയ്തുകൊണ്ടൊരു കൺട്രോളിൽ നിന്ന ഒരു കേസായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഇത് ആരോടും പറയാനും പറ്റുന്നില്ല, പുറത്തറിയിക്കാനും പറ്റില്ല. അപ്പൊ നമ്മളെ മുന്നിലിരിക്കുമ്പോൾ അവരോട് കാര്യങ്ങൾ സംസാരിച്ച് വന്നപ്പോൾ അവർ ഭയങ്കര അതാണ് രസം, മറ്റേ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ ചിരിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ ആയിരിക്കും എന്തൊരു തകരാറുണ്ട്. അപ്പൊ വീട്ടുകാർ പറഞ്ഞു എന്ത് ചോദിച്ചാലും ഒന്നും പറയുന്നില്ല. അങ്ങനെ ഞാൻ ഈ ചെറിയ ഒരു എം ടി ചെയർ ടെക്നിക്കിന്റെ വേറെ രൂപത്തിൽ ഞാൻ അത് അവതരിപ്പിച്ചപ്പോൾ
അവരോട് പറഞ്ഞു നിങ്ങൾക്ക് എന്തും പറയാം, നിങ്ങളെ ഭർത്താവ് ഇപ്പോൾ ഇരിക്കുന്നുണ്ടെന്ന് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോഴുണ്ടല്ലോ അവരിങ്ങനെ പറയാൻ തുടങ്ങിയിട്ട്, അത് വേറെ സൈലന്റ് ആയിട്ടുള്ള ആളുണ്ടല്ലോ എന്റെ മുന്നിൽ ഇരിക്കുന്ന നമ്മുടെ ഇതുണ്ടല്ലോ പറയാ സാനിറ്റൈസർ ഉണ്ടായിരുന്നു കുട്ടി, അതെടുത്ത് ഒറ്റ ഏറാണ് എറിഞ്ഞത്. കുറേ വർത്താനം പറഞ്ഞൊരു ഏറ് എറിഞ്ഞതിന് ശേഷം അപ്പൊ അവരെ കൂടെയുള്ള ആളെ അവിടെ കുറെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ഈ വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു അവര് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അവര് കരഞ്ഞു, കുറച്ചു നേരം കരഞ്ഞു. കരഞ്ഞതിന് ശേഷം ഞാൻ അത് റിലാക്സേഷൻ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ കൊണ്ട് ഞാൻ എൻ്റെതായുള്ള തെറാപ്പി സ്റ്റൈലിൽ അത് കൊണ്ടുപോയി. പിന്നെ അവരുടെ ഭർത്താവിനെ ഗൾഫിലായിരുന്നു, വിളിച്ചു ചോദിച്ചു. അപ്പൊ ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ സംസാരിച്ചു, അവരുടെ അദ്ദേഹത്തിനോട് വരാൻ പറഞ്ഞു. അങ്ങനെ വന്നു, ഒരു നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് പോയി. ഇതൊക്കെ നമ്മുടെ ഈ അവസരം ഞാൻ പറഞ്ഞ ഇതിൻ്റെ സമാനമായ പല രീതിയിലും നമുക്ക് ജെറ്റാൽ തെറാപ്പി, നമുക്ക് മറ്റുള്ള തെറാപ്പി ഒക്കെ സംയോജിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ സാബു സാറ് വളരെ നല്ല രീതിയിൽ അതിന്റെ എല്ലാ രീതിയും, ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല, വളരെ വളരെ നമുക്ക് ഈ സമയത്ത് വളരെ പ്രസക്തമായ രീതിയിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഈ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിനെ വളരെ ശോഭനമാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാറിന് സാധിക്കുന്നുണ്ട്. അതിൽ ഞങ്ങള് PCTA പേരില് വളരെയധികം നന്ദി പറയുന്നു. ഇത്ര നല്ലൊരു ക്ലാസ് ഇവിടെ എടുത്തതിൽ വളരെ വളരെ നന്ദി. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സാബു സാറിനെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം സാർ. ആൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ജോൺ ബേബി സാർ, സാർ അൺമ്യൂട്ട് ചെയ്തു. സാബു സാറേ, ഇതിനെപ്പറ്റി എന്താ പറയണേ? ഭംഗിയായിട്ട് മനോഹർ സാറ് പറഞ്ഞു കഴിഞ്ഞു. വളരെ വളരെ രസകരമായി കേൾക്കുന്ന എല്ലാവർക്കും ഒരു ലേമാനം മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഗസ്റ്റാൾട്ട് തെറാപ്പി സാറ് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ടിരുന്ന ആരാണ്, പ്രത്യേകിച്ച് സൈക്കോളജിസ്റ്റും കൗൺസിലേഴ്സിനും വളരെ വളരെ പ്രയോജനകരമാവും. വളരെ പ്രയോജനകരമാവും. അതുപോലെ നമുക്ക് ഈ എക്സാം ടൈമിൽ കുട്ടികൾ പേടിയും പരീക്ഷ പഠിക്കാൻ ബുദ്ധിമുട്ടായി വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന, വളരെ എളുപ്പമായി ചെയ്യാൻ പറ്റുന്ന ഒരു തെറാപ്പിയാണ്. വളരെ ഭംഗിയായിട്ട് സാർ അത് അവതരിപ്പിച്ചു. അതിന് പ്രത്യേകം എന്ത് നന്ദി പറയണമെന്ന് അതേമാതിരി ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ഓരോ എക്സാമ്പിളും നമ്മൾ പറഞ്ഞില്ലേ, വളരെ ടച്ചി ആയിട്ടുള്ള എക്സാമ്പിളായിട്ട് നന്നായിട്ട് അത് അവതരിപ്പിച്ചു. ഐ റിയലി എൻജോയ്ഡ് ദ ക്ലാസ്. ഇത്രയും നന്നായി അടുത്ത കാലത്ത് ഇത്രയും നല്ലൊരു ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. റിയലി വണ്ടർഫുൾ. ഐ റിയലി എൻജോയ്ഡ്. സാർ അതിൻ്റെ തിയറി ഡീറ്റെയിൽ ആയിട്ട് പോയിട്ട് പ്രാക്ടിക്കൽ സൈഡ് ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സാർ. ഞാൻ ഷെയർ ചെയ്യുന്നത് എല്ലാവരും പറയും, ഒരു നല്ല വാക്ക് പറയുമ്പോൾ സന്തോഷമാണ്. എല്ലാവർക്കും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം സാർ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അമർജ്യോതി മാം പറയും. Hi, sir. Yeah, great, Sabu sir. Wonderful class. നല്ല ക്ലാസ് ആയിരുന്നു. ശരിക്കും ഞാൻ MA സൈക്കോളജിന്റെ ക്ലാസ്സിലേക്ക് തിരിച്ചുപോയി സാറ് ക്ലാസ് എടുക്കുമ്പോൾ. അത് നല്ല നല്ല രസമായിരുന്നു. നല്ല ടഫായിട്ടുള്ള തിയറിയാണ്, പക്ഷെ വളരെ രസകരമായി സാർ അത് ഓരോന്നും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു വെരി മച്ച് സാർ. നല്ല ക്ലാസ് ആയിരുന്നു സാറ്. ഇനിയും നല്ല നല്ല ക്ലാസ്സുകൾ എടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു മാം. മത്സമ്മ മാം പറയും. താങ്ക് യു സാർ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഈ സാറിന്റെ ക്ലാസ് കേട്ടപ്പോൾ ഞാൻ പുറകോട്ട് പോയി. എന്നെ സപ്പിൻസയില് സൈക്കോളജി ഡിപ്ലോമ കോഴ്സ് പഠിച്ചുകൊണ്ടപ്പോൾ ഞങ്ങളെ സിദ്ധാർത്ഥൻ സാർ അത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാറ് കഴിഞ്ഞ വെള്ളിയാഴ്ച മരിച്ചുപോയി. സാറിന്റെ ഓർമ്മകളിൽ കൂടെ ഒക്കെ പോയി. സാറിന്റെ ഓരോ വാക്കുകളും അതോടുകൂടി ചേർത്ത് വെച്ചു. ഗസ്റ്റാൾട്ട് തെറാപ്പി ഇന്നുവരെയും ഞാൻ പരീക്ഷാ പേടിക്ക് വേണ്ടി ചെയ്തിട്ടില്ല. അപ്പൊ ഇത് ഒരു പുതിയ അറിവായി. പരീക്ഷയെ കസേരയിൽ ഇരുത്താമെന്നും പേടിയെ പരീക്ഷ ഇരുത്താമെന്നും ആത്മവിശ്വാസത്തെ ഇരുത്താന്നുള്ളത് വളരെ ഒരു നല്ല ടെക്നിക്ക് എനിക്ക് പിടുത്തം തന്നു. വളരെ നന്ദി. ഇത് വളരെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു ഓരോ വാക്കുകളും. പഴയ ആ ഗ്രന്ഥത്തിൽ, അതായത് സാറിന്റെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, വിനിമയാപഗ്രന്ഥനം എന്ന് പറയുന്നത്. ആ പുസ്തകത്തിലൂടെ എല്ലാം മനസ്സ് പുറകോട്ട് പോയി. അപ്പൊ ഈ വാക്കുകളെല്ലാം ഒന്നുകൂടെ ഒന്ന് അരക്കിട്ട് ഉറപ്പിക്കുന്ന തരത്തിലായിരുന്നു സാറിന്റെ ക്ലാസ്. വളരെ നന്ദി. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ഇനിയും സാറിന് ഇതിനു മുമ്പുള്ള ഒരു ഗസ്റ്റാൾട്ട് തെറാപ്പിയുടെ ഒരു ക്ലാസ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഇത് എനിക്ക് ഒത്തിരി ഉപകാരമായി. ഹിയർ ആൻഡ് നൗ ടെക്നിക്കൊക്കെ നേരത്തെ ചെയ്തുകൊണ്ട് എപ്പോഴും ചെയ്യുന്നത്, അത് മൈൻഡ്ഫുൾനെസ് ആണല്ലോ. അപ്പൊ ഇത് ആദ്യമായിട്ട് കിട്ടിയ ഒരു അറിവാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്.
അത് വളരെ സിമ്പിളായിട്ട് സാധാരണ ഗസ്റ്റാൾട്ട് തെറാപ്പി നമുക്ക് ഇച്ചിരി ലെങ്തി ആണെന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ അത്ര ലെങ്തി ഒന്നും പോകേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഏത് ഏത് കസ്റ്റമൈസ് സബ്ജക്റ്റിനെ ചെയ്യാം. ഏത് സബ്ജക്റ്റിനെ അതെ, സാറ് നല്ല സിമ്പിളായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചതാണ്. അപ്പൊ അതാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം. ഇതൊരു സബ്ജക്റ്റ് വളരെ പിന്നെ ഭയങ്കര ടഫായിട്ട് ആൾക്ക് പെട്ടെന്ന് ജസ്റ്റാൾട്ട് തെറാപ്പി ആൾക്കാർക്ക് തോന്നുമെങ്കിലും സാർ അത് അവതരിപ്പിച്ച രീതിയാണ് അതിന്റെ പ്രാധാന്യം. അല്ല എല്ലാ ആ, എല്ലാ കാര്യത്തെയും ഗസ്റ്റാർട്ടിലേക്ക് കൊണ്ടുവരാന്നൊരു അറിവും കൂടി കിട്ടി. എല്ലാ സബ്ജക്റ്റിനും. അത് വളരെ സിമ്പിൾ ടെക്നിക്കാണ്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ ചെറിയൊരു തെറാപ്പിസ്റ്റിന്റെ റോൾ അതിൻ്റെ അകത്തുണ്ട്. കാരണം കറക്റ്റായിട്ട് മനസ്സിൽ നിന്ന് വരണം, സബ് കോൺഷ്യസ് മൈൻഡിന് അത് കൃത്യമായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റണം. ഇത് പിന്നെ ക്ലയൻസിന് കൂടുതൽ ഗുണം കിട്ടുന്ന ഒരു തെറാപ്പിയും കൂടിയാണ് ഗസ്റ്റാൾട്ട് തെറാപ്പി. വെന്റിലേഷൻ ആണല്ലോ, വെന്റിലേറ്റ് ചെയ്യപ്പെടുവാണല്ലോ, ഓപ്പൺ അപ്പ് ആവുകയാണ്, കണക്ഷൻസ് ഇതില് കൂടും. വെന്റിലേഷൻ മാത്രമല്ല അവയർനെസ്സും കൂടി അല്ലേ സാർ? അത് എല്ലാം അവയർനെസ്സും എല്ലാം വരും. വെന്റിലേഷൻ അതിന്റെ വേറൊരു പാർട്ടായിട്ട് വരുന്നു. കണക്ടിവിറ്റി കൂടും. അതെ, കണക്ടിവിറ്റി കൂടി. ഓക്കെ, ഇനി ആരാ ഉള്ളത്? ജോൺ സാർ ഉണ്ട്, റോയ് സാർ, സെലിജ മാം. സാബു സാറെ, ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. ആ സാറിന്റെ ക്ലാസ്സിന്റെ ഭയങ്കര സൂപ്പർ ആയിരുന്നു. കേട്ടിട്ടില്ല കേട്ടോ. ടീച്ചർ കേട്ടിട്ടുണ്ട്. ഈ മെത്തേഡ് കേട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണെന്ന് അറിഞ്ഞൂടായിരുന്നു. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. വളരെ സന്തോഷം. താങ്ക് യു സാർ, സോ മച്ച് താങ്ക് യു. എനിക്ക് ഡൗട്ട് ഉള്ളതേ, നമ്മളൊരു ആ 14 വയസ്സുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ പരീക്ഷയുടെ ചെയറിലിരിക്കുമ്പോൾ ആ കുട്ടി അങ്ങനെ ചിന്തിക്കാൻ സാധ്യത ഉണ്ടാവുമോ? ഞാൻ നിനക്ക് ഫ്രണ്ടാണ്, പേടിക്കണ്ട, അങ്ങനെ അങ്ങനെ കുട്ടി ആ ഒരു രീതിയിൽ, അതായത് അവന്റെ മൈൻഡ് അപ്പോ ആകെ പേടിച്ചിരിക്കുകയായിരിക്കും അല്ലേ? ആകെ വിറയ്ക്കുന്നു, പ്രശ്നം അങ്ങനെ വരുമ്പോ ആ ചെയറിലിരിക്കുമ്പോ കുട്ടി തിരിച്ച് ചിന്തിക്കാൻ വഴിയുണ്ടോ? അതോ നമ്മൾ അതിന് ഇൻട്രൊഡ്യൂസ് ചെയ്യണോ പരീക്ഷ? തീർച്ചയായിട്ടും അതാണ് തെറാപ്പിസ്റ്റിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഇവിടെ ഉണ്ട്. കുട്ടികൾ ആ അങ്ങനെ പറയാൻ സാധ്യതയില്ല. അവിടെ നമ്മൾ അവിടെയാണ് ഈ തെറാപ്പിസ്റ്റിന് റാപ്പോ കൃത്യമായിട്ട് വേണ്ടത്. നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കണം. വേണമെങ്കിൽ എഴുതി കൊടുത്തിട്ട് വേണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അത് ആ അങ്ങനെ ആക്കിയെടുത്താൽ മാത്രമേ അകന്ന് നിൽക്കുക, ഒത്തിരി ഗ്യാപ്പിലാണ് നിൽക്കുന്നത്. അതിൽ നമ്മൾ വടിച്ചടിപ്പിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഇന്റർവെൻഷൻ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇത് തെറാപ്പിസ്റ്റ് വേണം എന്ന് പറയുന്നത്. ഗസ്റ്റാൾട്ട് തെറാപ്പിസ്റ്റ് അത്യാവശ്യമാണെന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം, അത് അവർക്കൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ച് ക്ഷമയും ഒക്കെ വേണം. ഇപ്പൊ ഞാനിത്ര പറയുന്ന പോലെ അത്ര നിസ്സാരമായിട്ടൊന്നും പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് പറഞ്ഞത് ശരിയാണ്. അതുപോലെ അതേ പാറ്റേണിലൊന്നും പോവില്ല. നമ്മൾ ആ ഇല്ല. സമയത്ത് നമ്മുടെ അല്ലേ, നമ്മുടെ ഇത് ഞാൻ യുക്തിക്കനുസരിച്ച് കാര്യങ്ങൾ മാറ്റം അഭിനയിക്കുമായിരുന്നല്ലോ, ചെയ്യും. ഇത് ഞാനങ്ങ് അഭിനയിക്കുമല്ലേ അതെ അങ്ങനെ. അതെ. അവിടെ നമ്മുടെ യുക്തിക്കനുസരിച്ച് നമ്മള് മാറും. പൊതുവേ ഒരു ഗസ്റ്റാൾട്ട് തെറാപ്പിസ്റ്റ് ഇങ്ങനെ ഗസ്റ്റാൾട്ട് തെറാപ്പി നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പൺ ഇതിൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എല്ലാവരും പ്രശ്നങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുകയും അതെ അതെ. അപ്പൊ അങ്ങനെയൊന്നും ഒരിക്കലും നമുക്ക് ഡിപ്പെൻസ്. പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് പ്രായോഗിക തലത്തിൽ വലിയ പാടാണ്. 1-to-1 ചെയ്യുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ലാത്ത സ്ഥിതിയിൽ ഇതുപോലത്തെ ഒരു ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ കോൺസെപ്റ്റേ പറ്റത്തുള്ളൂ. പക്ഷേ ഇത് നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാം, ചെറുതായിട്ട് ഉപയോഗിക്കണം. നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക, ഇതിനു മുമ്പ് വെൽസ്റ്റാക്ക് ഇത്ര ഡീപ്പായിട്ട് അരമണിക്കൂറൊക്കെ ഇരുന്ന് തകർക്കുന്നതൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏഹ് വളരെ ഷോർട്ടായിട്ട് ചെയ്യാം. പക്ഷെ അതാണ് കൂടുതൽ എഫക്റ്റീവ്. പക്ഷെ പല പ്രാവശ്യം ചെയ്യേണ്ടി വരും ചിലപ്പം. ഒറ്റ നീക്കൽ കൊണ്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെയൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുമോ? അതൊന്നുമില്ല, സമയമെടുക്കും. പല ടെക്നിക്സ് ഉപയോഗിക്കുന്നു. അവിടെയാണ് തെറാപ്പിസ്റ്റിന്റെ ഒരു കഴിവ് എന്ന് പറയാം. ഉം. യെസ്, വേറെ ആർക്കെങ്കിലും? റോയ് സാർ, പത്മ മാം. പത്മ മാം പറയും. എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. നല്ല വിശദമായി രസകരമായിട്ട് തോന്നി. NLP-യില് ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടെങ്കിലോ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പേഴ്സൺ ഇരിക്കുന്ന ആ രീതിക്കാണ് കേട്ടത്. പക്ഷെ ഇത് നമ്മളെ പേഴ്സൺ അല്ലാതെ ഒരു നമ്മളെ പേടി അതിനെല്ലാം വെച്ചിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു പുതിയ രീതി ആയിട്ട് തോന്നി. അത് നല്ലൊരു ക്ലാസ് കേൾക്കാൻ പറ്റി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. റോയ് സാർ. ഈ ജസ്റ്റാൾട്ട് തെറാപ്പി എന്നൊക്കെ പറഞ്ഞ വലിയ തെറാപ്പിയാണല്ലോ, ഇത് വളരെ സിമ്പിൾ ആണല്ലോ, ഇതാണോ ജസ്റ്റാൾട്ട് തെറാപ്പി എന്ന് തോന്നുന്ന ഒരു സാഹചര്യം വന്നു. പക്ഷേ അത് പ്രാക്ടിക്കലാക്കുമ്പോൾ ഉള്ള ഒരു കാര്യം മുൻകൂട്ടി കൗൺസിലേഴ്സ് കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ കേൾക്കുമ്പോഴൊക്കെ വളരെ സിമ്പിളാണ്, എല്ലാം സിമ്പിളാണ്. പക്ഷേ ഈ ക്ലയൻറ്റിൻ്റെ ആ മാനസിക അവസ്ഥയെ ഇതുപോലെ മാറ്റി എടുക്കുക എന്ന് പറയുന്നത്, ഓരോ ചെയറിലും ഇരുത്തി മാറ്റി എടുക്കുന്നിടത്ത് വളരെ സിമ്പിളാണ് കാണുമ്പോൾ. അവിടെയാണ് തെറാപ്പിസ്റ്റിൻ്റെ ഒരു കഴിവ് പ്രകടിമാക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് നമ്മൾ ചെയറും എംപ്റ്റി ചെയറെ കൊണ്ട് ഇരുത്തിയാലൊന്നും കാര്യം നടക്കത്തില്ല. പക്ഷേ ഇത് വളരെ സിമ്പിളാണ്. ഇത് നമുക്ക് പ്രായോഗികമാക്കാൻ പറ്റുമെന്ന് തോന്നുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ സാബു സാറിന് സാധിച്ചു. അത്രേ എനിക്ക് പറയാനുള്ളൂ. വളരെ നല്ലൊരു പ്രസൻറ്റേഷനാണ്. ഇതിനു മുമ്പും സാറിൻ്റെ ഈ തെറാപ്പി
ആയിട്ടുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. അതെല്ലാം വളരെ ഇതാക്കി സാർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവരും സിമ്പിളാക്കി എടുക്കാം. പക്ഷെ അവിടെയാണ് തെറാപ്പിസ്റ്റിൻ്റെ ഒരു കഴിവ് പ്രകടിപ്പിക്കേണ്ടത് എന്ന കാര്യം എല്ലാവരും വിട്ടുപോകും എന്നുള്ളതാണ് ഞാനത് പ്രത്യേകം എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു സാർ, താങ്ക് യു. റോയ് സാർ പറഞ്ഞതിൻ്റെ ഒരു മുൻകൂർ ജാമ്യം ഞാൻ എടുക്കുകയാണ്. അത് അർത്ഥത്തിലാണ്. ജയശ്രീ മാം പറയും. സാർ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. എന്താ പറയുക, ഒരു ഒഴുക്ക് ഇത്രയും നല്ല, നമുക്ക് നല്ല നോളജ് ഒന്നുകൂടെ പൊടിയൊക്കെ തട്ടി നല്ല രീതിക്ക് എങ്ങനെ അത് യൂസ് ചെയ്യാം, നമുക്ക് കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ഉപയോഗിക്കുന്ന തലത്തിൽ നമുക്ക് ഏതൊക്കെ രീതിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഇത് കിട്ടി. താങ്ക് യു സോ മച്ച്. ശരിക്കും വലിയൊരു രഹസ്യമാണ് ഞാൻ തുറന്നത്. ഓക്കെ, വേറെ ആർക്കെങ്കിലും? ജോർജ് സാർ, അൽകുമാർ സാർ അഡ്മിറ്റ് ചെയ്തിരുന്നല്ലോ. സാറേ, ആ സാബു സാറേ, പറയും. സാറിൻ്റെ ചില ക്ലാസ്സുകളൊക്കെ തിരക്കിനിടയ്ക്ക് രാവിലെയൊക്കെ ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. പക്ഷേ എനിക്കിന്ന് വല്ലാത്തൊരു ഇഷ്ടം തോന്നി സാറിൻ്റെ ഈ ജസ്റ്റാൾട്ട് തിയറി. ഞാൻ എറിക്സൻ്റെയും അതേപോലെ തന്നെ ഫ്രോയിഡിൻ്റെ ഒക്കെ കുറേ കേട്ടിട്ടുണ്ട്. പക്ഷേ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത്ര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് ജസ്റ്റാൾട്ട് തിയറി ഞാൻ ഇന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ഒരു സാറിൻ്റെ ഈ ഒരു ക്ലാസ് മാത്രമല്ല, എനിക്ക് തോന്നുന്നു സാർ അതിൽ നിന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ക്ലാസ്സിൽ എനിക്ക് പങ്കെടുക്കുന്നത് വലിയൊരു ആഗ്രഹമുണ്ട്. വളരെ സിമ്പിളായിട്ട് സാർ അത് എന്താ പറയുക, നമ്മൾ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ ഒരു കസേരയിലിരുത്തുന്നു, അവൻ്റെ മറ്റൊരു വ്യക്തിത്വത്തെ വേറൊരു കസേരയിലിരുത്തുന്നു, അവർ തമ്മിൽ അങ്ങനെ സംസാരിക്കുന്നു, അവർക്കൊരു കൺക്ലൂഷൻ കൊടുക്കുന്നു. അസാധ്യ എഫക്റ്റീവായിരുന്നു. ഇതൊരു വല്ലാത്ത സംഭവമാണ്. ജസ്റ്റാൾട്ട് തിയറിക്ക് ഇത്ര പവർഫുൾ ആണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് കേട്ടോ സാർ. കാരണം നമ്മളിപ്പോൾ ഓൾറെഡി കൗൺസിലിംഗ് ചെയ്യാറുണ്ട്, ഹിപ്നോട്ടിസവും ഹിപ്നോതെറാപ്പിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊരു വല്ലാത്തൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. മാത്രമല്ല സാറിൻ്റെ ഇതിനു മുമ്പ് ഞാൻ ക്ലാസ് കേട്ടപ്പോൾ രാവിലത്തെ ക്ലാസ്സാണെന്ന് തോന്നുന്നു. അപ്പോൾ സാർ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എനിക്ക് അത്രത്തോളം ഒരു എഫക്റ്റീവ് തോന്നി. ഇത് സാർ ഇതിൻ്റെ ആത്മീയ ഗുരു തന്നെയാണ് തോന്നി ഈ ജസ്റ്റാൾട്ട് തെറാപ്പി. കാരണം ഇത്ര സിമ്പിളായിട്ട് സിംപ്ലിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് കഴിയുന്ന അത്ര പെട്ടെന്ന് കഴിയുന്ന കാര്യമല്ല. എല്ലാം വലിയ നിഗൂഢ രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് സിമ്പിൾ വാക്കിലൂടെ അത് മറ്റൊരാൾക്ക് വിശദീകരിക്കുമ്പോൾ, നേരത്തെ ആ നല്ലൊരു ഡ്രസ്സ് ഇട്ട സാറ് പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ഡ്രസ്സ്, വെള്ള ഷർട്ടും തലനാച്ചൊക്കെ, ആളെ പേരെനിക്കറിയില്ല. അദ്ദേഹം സിമ്പിളായിട്ട് പറയുമ്പോൾ ഇത് സിമ്പിളാണെന്ന് തോന്നിച്ചു മൂപ്പര് പറഞ്ഞത് സത്യമാണ്. ഇത്ര സിമ്പിളായിട്ട് തോന്നിക്കുക എന്ന് പറയുമ്പോൾ അത് ഒന്നൊന്നര കഴിവാണ് സാറേ. പ്രണമിക്കുന്നു സാറിൻ്റെ കാൽപാദങ്ങളിൽ ഞാൻ പ്രണമിക്കുന്നു. കാരണം വെച്ചാൽ ഇത്ര സിമ്പിളായിട്ട് സാറ് പറഞ്ഞു. അത് ഈ നേരത്തെ ഒന്ന് രണ്ട് സ്ത്രീകളും പറഞ്ഞു ഇത് തന്നെ, ഇത് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെയായിരുന്നു, ഞങ്ങൾക്ക് പുതിയൊരു അറിവാന്ന് പറയുമ്പോൾ സത്യമാണ് സാർ. അത് കുറച്ചുകൂടി വാസ്റ്റായിട്ടുള്ളൊരു ഇതിൻ്റെ ഒരു ഈ അനുഭവത്തിൻ്റെ വേൾഡ് സാറിനെ കൊണ്ട് കഴിയുമെങ്കിലും ഒന്ന് തുറന്നു തരിക ജസ്റ്റാൾട്ട് തെറാപ്പിയിൽ. ഇത് വലിയ വലിയ മാനങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കാൻ സാധ്യതകളാണ്. ഞാൻ കുറേ കേട്ടിട്ടുണ്ട്, ജസ്റ്റാൾട്ട് തിയറി കേട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൈക്കോളജിക്ക് പഠിക്കുമ്പോൾ എറിക്സൻ്റെയും മറ്റേ ഫ്രോയിഡിൻ്റെ ഒക്കെ തിരിച്ചും മറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിലുള്ള സാമ്യത കുറവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ജസ്റ്റാൾട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അന്ന് ജസ്റ്റാൾട്ട് തിയറിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇന്നും പല പവർഫുള്ളാണ്. അതിനൊരു മാറ്റം വന്നിട്ടില്ല എന്നുള്ളൊരു കണ്ടെത്തലാണ്. ആ ഒരു കാഴ്ചപ്പാട് സാറ് തന്നില്ലേ, എന്താ പറയുക സാറിനോട്. ഓക്കെ സാർ, വളരെ ഞാൻ യാദൃച്ഛികമായിട്ട് തിരക്കിനിടയ്ക്ക്, അതുകൊണ്ടാണ് ഞാൻ സാറിന് എൻ്റെ മുഖം കാണിക്കാത്തത്. കുറച്ച് പണിയൊക്കെ എടുത്താകെ വേർത്തൊലിച്ചിട്ട് നിൽക്കുന്നിടക്ക് സാറിൻ്റെ ആ ഏതോ ഒരു സ്ട്രൈക്കിംഗ് വേർഡ് കണ്ടപ്പോഴാണ് ഞാനത് ഒക്കെ ഇട്ടെറിഞ്ഞിട്ട് ഇതിന് മുമ്പിൽ നിൽക്കുന്നത്. ഓക്കെ സാർ, താങ്ക് ഓക്കെ, യു. തീർച്ചയായും നമുക്ക് മുന്നോട്ട് പോവാം. വേറെ ആരെങ്കിലും? ഡെയ്സി മാം ആദ്യമേ വന്നായിരുന്നല്ലോ. സുരഭി, മുഹമ്മദ് അഷ്റഫ്, സലിജ, ഹരി, ജോർജ് സാർ ഉണ്ടോ? അതെ യെസ്, അതെ സാർ. ഡെയ്സി മാം സബു സാർ, പറയും. ഞാൻ ആദ്യമേ ജോയിൻ ചെയ്തായിരുന്നു. ഈ പറഞ്ഞതുപോലെ ഗസ്റ്റാൾട്ട് തെറാപ്പി ഞാനൊക്കെ ഒഴിവാക്കിയിട്ട്, പഠിക്കുന്ന സമയത്ത് ഞാനൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഗസ്റ്റാൾട്ട് ഇച്ചിരി ടഫാന്ന് തോന്നിയത് കൊണ്ട് പിന്നെ ഒഴിവാക്കി. പഠിച്ചു പോയിട്ടുണ്ട്, പക്ഷെ അതിലോട്ടങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല, ഒഴിവാക്കി പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ സാർ അത് വളരെ സിമ്പിളായിട്ട് എടുത്ത് ഇതുപോലെ ഓരോ വികാരങ്ങൾക്ക് ഓരോ ചെയറിട്ട് കൊടുത്ത് സംസാരിപ്പിച്ച് പിള്ളേരെ അതിലൂടെ, ഇത് സാറ് തന്നെ റീമേക്ക് ചെയ്ത് ഗസ്റ്റാൾട്ടിന് ഈ തരത്തിലാക്കിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇത്ര ഈസി ആക്കി ചെയ്യാൻ പറ്റുമല്ലോ ഇത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഒത്തിരി ഭംഗിയായി.
പിള്ളേർക്കാണെങ്കിലും. പക്ഷെ നമ്മൾ ആ ഡയലോഗ്സ് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണമായിരിക്കും അല്ലേ, അല്ലാതെ അവർക്ക് സ്വയം പറയാൻ പറ്റത്തില്ലായിരിക്കും. അത് പറഞ്ഞു അതെ അതെ, കൊടുത്താൽ സ്വല്പം ഒന്ന് ഗൈഡ് ശരിക്കും ചെയ്യണം. അത് അതെ അതെ, ശരിക്കും ഇത് എഫക്റ്റീവ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗസ്റ്റാൾട്ട് ഇത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മളൊക്കെ ഒഴിവാക്കി പോയിക്കൊണ്ടിരുന്ന ഒരു തെറാപ്പി ഇത്. ഗസ്റ്റാൾട്ട് എന്ന് കേൾക്കുമ്പോഴേ നമുക്കൊരു ബുദ്ധിമുട്ടാവും, അത് ടഫാണ്, നമുക്കത് വേണ്ട, അത് മാറ്റിയേക്കാം. എക്സാമിനൊക്കെ ആകുമ്പോൾ ഞാനതൊക്കെ മിക്കവാറും അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ബാക്കിയുള്ളതൊക്കെ പഠിച്ചു പോകുന്നത്. ഇച്ചിരി ടഫാന്ന് തോന്നിയിട്ടുള്ളതുകൊണ്ട്. ഏതായാലും ഒത്തിരി നന്നായി സാറേ. സാർ ഇത്ര നന്നായിട്ട് ഈ ഗസ്റ്റാൾട്ടിനെ വളരെ സിമ്പിളായിട്ട് എടുത്ത് വളരെ ഈസി ആയിട്ട് പറഞ്ഞവരെല്ലാം ഒത്തിരി നന്നായിട്ട് പറഞ്ഞു. അപ്പോൾ ആക്ച്വലി വളരെ നന്നായി. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു. സുരഭി, സുലോചന, സർ സുരഭി. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഒരുപാട് താങ്ക് യു സർ. ഓക്കെ, സർ ഒരു സംശയം, എനിക്ക് ആ ഒരു തെറാപ്പി വേണ്ടി വരുമോന്ന് എനിക്ക് ഇത് കേട്ടപ്പോ. അതായത് എനിക്ക് നല്ലോണം അറിയാവുന്ന എന്റെ ആധാർ നമ്പർ ഒരു ഇതിന് ആപ്ലിക്കേഷന്റെ ഇതിന് പോയപ്പോ എനിക്കത് ബൈ ഹാർട്ട് പെട്ടെന്ന് ഒരു 2 നമ്പർ വെച്ചിട്ട് അവിടെ സ്റ്റക്കായി. പിന്നെ അങ്ങോട്ട് കിട്ടുന്നില്ല. ഈ തെറാപ്പി കേട്ടപ്പോ എനിക്കൊരു സംശയം, എനിക്ക് ഈ തെറാപ്പി ആവശ്യം വരുമോ? അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നമുക്കിപ്പോൾ നമ്മൾ ഈ കൗൺസിലേഴ്സിൻ്റെ തലത്തിൽ നിന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാമല്ലോ. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ ആരുടെ സഹായം വേണ്ടല്ലോ, ഒരു ചെയർ മാത്രം മതിയല്ലോ. അതെ അതെ അതെ, അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തന്നപ്പോഴാണ് നമുക്ക് തന്നെ അത് ചെയ്യാലോ മനസ്സിലായത്. പഠിച്ചിട്ടുണ്ട്, എന്നാൽ അത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ ഇത്രയും വളരെ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി തന്നു. താങ്ക് യു സർ. ഓക്കെ, സർ, സാറിന്റെ എല്ലാരും ക്ലാസ് പറഞ്ഞപ്പോ എനിക്കും പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഞാനൊന്നും പറയുന്നത്. നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ പലപ്പോഴും ഗ്രൂപ്പിൽ വരുന്ന ലിങ്ക് എനിക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റാറില്ല. ഇന്ന് എന്തോ ഒരു യാദൃശ്ചികമായിട്ട് ഈ ഒരു പേര് കേട്ടപ്പോൾ ഞാൻ ജോയിൻ ചെയ്തായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ക്ലാസ്, നല്ല ഡീപ്പായിട്ട് മനസ്സിലാക്കാനും ഒക്കെ പറ്റി. ഇനി തുടർന്ന് എല്ലാ ക്ലാസ്സുകളും സാറിനും എടുക്കാൻ പറ്റട്ടെ, ബാക്കിയുള്ള ക്ലാസ്സുകളും ഞാൻ കേൾക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. ഇനി താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ഗസ്റ്റാൾട്ടിനെ കുറിച്ച് ഞാനൊരു ടോപ്പിക്ക് ഒരു 2-3 മാസം മുമ്പ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാം. ഡോക്ടർ സാബു കേരളം എന്നുള്ള യൂട്യൂബ് ചാനൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, അതിൻ്റെ അകത്ത് റെക്കോർഡഡ് ആണ്. അതുപോലെ TA ഒത്തിരി ക്ലാസ്സുകൾ നമ്മൾ ചെയ്യാറുണ്ട്. പൊതുവേ നമ്മളിങ്ങനെ ഇച്ചിരി സിംപ്ലിസിറ്റിയിൽ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യേണ്ടി പറയാനില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പേര്. സാറിന്റെ ക്ലാസ് ഒരുപാട് നന്നായിട്ടുണ്ട്. ശരിക്കും ആ ചെയറിന്റെ കാര്യം പറയുമ്പോൾ ശരിക്കും അത് അടുത്തിരിക്കുന്ന അതുപോലെ തന്നെയുള്ള ഒരു പ്രതീതിയായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ നല്ല ക്ലാസ്. ശരിക്കും നമ്മൾ അതിൽ ലയിച്ചു പോയി. വളരെ സൂപ്പറായിട്ടുണ്ട്. സാറിന് ഇതുപോലത്തെ ക്ലാസ്സുകൾ ഇനിയും ഉണ്ടാവട്ടെ. ഒരുപാട് താങ്ക്സ് സാർ. താങ്ക്സ്. ഓക്കെ, മിക്കവാറും എല്ലാ തെറാപ്പികളും ഞാൻ ചെയ്യാറുണ്ട്. മിക്കവാറും ഞാൻ എല്ലാം എൻ്റെ യൂട്യൂബിൽ തന്നെ എല്ലാം തന്നെ റെക്കോർഡഡ് ആണ്. ആ ഓക്കെ, ഓക്കെ സാർ. ഓക്കെ, അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്ന് വിചാരിക്കും. അപ്പോൾ അതിൻ്റെ പേര് സാറേ മനോഹർ സാർ. സാറേ നല്ല ക്ലാസ്സാണ്. ഫീഡ്ബാക്ക് നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സാറിന്റെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമ്മളെ പ്രത്യേകിച്ച് വേറെ പരിപാടികളൊക്കെ ഒഴിവാക്കി ഇവിടെ ഇരിക്കുന്നത്. അത്രയും നല്ല ക്ലാസ് ആയിരുന്നു. ഇനിയും സാറിന്റെ അവസരങ്ങളിൽ സാറ് എടുക്കണം, ക്ലാസ് എടുക്കണം, പല ക്ലാസ്സുകളൊക്കെ ഇനിയും എടുക്കണം. നമുക്ക് ഈ പ്ലാറ്റ്ഫോം വളരെ സജീവാക്കി മാറ്റണം. ഇന്നത്തെ സാറ് പെട്ടെന്നാണ് നമ്മളെ ക്ലാസ്സിലേക്ക് ഞാൻ ഇത് സത്യത്തിൽ ഇന്ന് ആരും കറക്റ്റായിട്ട് പറഞ്ഞില്ല. പിന്നെ ഞാൻ വിചാരിച്ചു പരീക്ഷാ സമയം കഴിഞ്ഞു പോലെ. അതന്നെ എനിക്ക് അത്ഭുതമായി തോന്നി. കാരണം ഇത്രയും സൂപ്പർ ക്ലാസ് പെട്ടെന്ന് നിമിഷത്തിലൊക്കെ എടുക്കാന്ന് പറഞ്ഞാല് വലിയൊരു കഴിവ് തന്നെയാണ്. അംഗീകരിക്കും. താങ്ക് യു സാർ. ഓക്കെ, അപ്പോൾ താങ്ക് യു എല്ലാവർക്കും. നമസ്കാരം. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. നാളെ നമുക്ക് സാറേ മാമിൻ്റെ പേരെന്ന് പറയും. സൗരഭ്. തുളസി മാമ അല്ലേ? തുളസി മാമ അല്ലല്ല, നാളത്തെ ക്ലാസ് ഇല്ല, തുളസി മാമ അല്ലേ? തുളസി സൗരഭി അല്ലേ? ഇവിടെ അവരിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടില്ല. ഉണ്ടായിരുന്നു, പോയിന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ മാമിൻ്റെ ക്ലാസ്സാണ് നാളെ വൈകുന്നേരം 7 മണിക്ക്. അതും എക്സാമിനേഷൻ ഓറിയൻറ്റഡ് ആണ്. അതും കൂടെ നമ്മൾക്ക് കേൾക്കാം. ഓക്കെ, സി യു. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ സാർ, ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Thank you, sir. Thank you so much.